തൻ പൂക്കണിയായി മലയാള നാടിനു പൊൻകണിയായി മറുനാടൻ ഭാഷ തൻ പൂക്കണിയായി കേൾക്കാലം തൊട്ടേ നിറമില്ല കാലം തൊട്ടേ നിറമുള്ള നിഴലാടും ചിത്രശാല ഈ താരങ്ങളുദിച്ചോര ചിത്രശാല മലയാള നാടിനു പൊൻകണിയായി മറുനാടൻ ഭാഷ തൻ പൂക്കണിയായി. കാണാത്ത ലോകത്തിൻ കാഴ്ചയാടും ഈ തിരശീലയിലെ പാട്ടിൻ മഴമണിയേറ്റെഴുന്നേൽക്കും നാട്ടിൻ പുറവും രസമോടെ ഓരോ നെഞ്ചിലും ഓരോ വിഴിയിലും ഉത്സവലഹരി കുളിരോടെ ഇനി നിറഞ്ഞാടും വർണ്ണമായി ഈ മഹാരാജ കോട്ടയിൽ മലയാള നാടിനു പൊൻകണിയായി മറുനാടൻ ഭാഷ തൻ പൂക്കണിയായി. കളിയില്ല കോട്ടകൾ കണ്ണടയ്ക്കും കാലത്തിൻ കനൽ വഴിയിൽ കളിയില്ല കോട്ടകൾ കണ്ണടയ്ക്കും കാലത്തിൻ കനൽ വഴിയിൽ ഇന്നീ മണ്ണിൽ രാജപ്രൗഢിയിൽ ഒരു കൊടിവാനിൽ പാറിച്ചും ഈ ഒരു ഗ്രാമചേതനയിൽ പുതുപുലരിക്കതിരുകൾ പെയ്തിടും ഒരു മഹാരാജയായിക ഈ മഹാരാജ ടാക്കീസും മലയാള നാടിനു പൊൻകണിയായി മറുനാടൻ ഭാഷ തൻ പൂക്കണിയായി. ദൈവമേ കാത്തോളണേ. കുറച്ചു ദിവസമായി ഈ ഉണക്ക സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് ശമ്പളം അല്ലാതെ കിമ്പളമായിട്ട് 5 നയ പൈസ തടയുന്നില്ല. വരുന്നതെല്ലാം ഡൂപ്ലി കേസുകളാണെന്നേ. രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് വരുന്ന ലോറികളെല്ലാം തടഞ്ഞു നിർത്തി ഡ്രൈവർമാരുടെ മുഖവും കഴുകിപ്പിച്ച് കട്ടൻ കാപ്പിയും കുടിപ്പിച്ച് വിടലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ മാസാമാസം ഒരു സ്പിരിറ്റ് ലോറി എങ്കിലും റൂട്ട് തെറ്റിച്ച് ഇതുവഴി പറഞ്ഞു വിട്ടാൽ മതി, കഴിഞ്ഞു പോയിക്കോളാം. അടുത്ത ആഴ്ച ഈസ്റ്റർ. പോലീസുകാരനായതുകൊണ്ട് ഒരു 100 രൂപ പോലും കടം ചോദിച്ചാൽ ആരും തരില്ല. ഭാര്യയും 3 പെമ്മക്കളും ഉള്ളത് അറിയാലോ. എല്ലാം 2 ദിവസം കൊണ്ട് ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എങ്ങനെങ്കിലും ഒന്ന് ഓക്കെ ആക്കി താ. എന്നെ വെറുതെ പോലീസുകാരനാക്കരുത്. ഏതോ ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വരട്ടെ ഏറ്റല്ലേ. അതെ, ഒന്നും തോന്നരുത്, പഴയ പോലല്ല, മെഴുകുതിരിക്കും ഇപ്പൊ വില കൂടി. ബാക്കി തള കത്തിക്കാം. അമ്മണി സാറേ, യുവന്മാരാണ് കഴിഞ്ഞ ദിവസം മഹാരാജ ടാക്കീസിൽ കയറി വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയത്. ഓഹോ, അത് ഇവന്മാരാണല്ലേ. എന്നിട്ട് പോലീസ് എത്തിയപ്പോ ഓടി രക്ഷപ്പെട്ട് തോട് നീന്തിക്കിടന്ന് അക്കരെ ചെന്ന് ഇക്കരെ നിന്ന പോലീസുകാരെ മുണ്ടം പൊക്കി കാണിച്ചു. കൊള്ളാം, നല്ല ഭാവി തലമുറ. അല്ല, അനിയന്മാര് ബഹളം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? കാരണം ഒന്നുമില്ല സാറേ, 2 ഫുള്ളും വാങ്ങിയിട്ട്. 2 ഫുള്ളാ? അതെ സാർ. ചേട്ടാ, ഞങ്ങള് പോലീസുകാര് പോലും 2 ഫുൾ ഒരുമിച്ച് കണ്ട കാലം പറഞ്ഞല്ലോടാ. എന്നിട്ട് ഫുള്ളുമായിട്ട് ടാക്കീസിൽ കയറി വെള്ളം അടിക്കാൻ തുടങ്ങിയപ്പോ ടാക്കീസിന്റെ ഓണർ ആ സ്ത്രീ തടയാൻ ശ്രമിച്ചു. അതിനെ ചൊല്ലിയാ യവന്മാര് ബഹളം ഉണ്ടാക്കി സാറേ. എടാ, 4 പെണ്ണുങ്ങൾ നടത്തുന്ന ടാക്കീസിൽ തന്നെ കള്ളു കുടിക്കാൻ കയറി ഇരിക്കണോ? നിനക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഫുള്ള് മേടിച്ചു ഇങ്ങോട്ട് പോന്നാ പോരെ? സാറിന്റെ ബ്രാൻഡ് ഏതാ? ഇടിച്ചിട്ട് കോൾക്കോട്ടെ ഞാൻ കലക്കി കളയും. ബ്രാൻഡ് ഏതാന്ന്? സാർ, അതെ, അവന്മാരെ വല്ലതും ഉണ്ടോ? എവിടെന്നാ സാറേ തപ്പിപ്പിറക്കിയ 10-250 രൂപ കിട്ടും. 250 രൂപ എന്താടോ കഴിക്കുവോ? നാളെ 1-ാം തീയതിയാ. അത് മേടിച്ച് ഒരു 1/2 ലിറ്റർ വാങ്ങിച്ചു വെക്ക്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുപ്പിക്ക് വേണ്ടിട്ട് ഏതെങ്കിലും എക്സ് മിലിറ്ററിക്കാരനെ ചെയ്യാത്ത കുറ്റത്തിന് പൊക്കേണ്ട വരും. പിന്നെ ആരെങ്കിലും വന്നിട്ട് അമാരെ വിട്ടാ മതി. വരും സാറേ, ആളിപ്പൊ തന്നെ വരും. നമുക്കല്പം ചില്ലറയും തടയും. വരുവോ? ആര്? മൂർഖംപറമ്പിൽ പാപ്പച്ചൻ. പാപ്പച്ചൻ? മൂർഖംപറമ്പിൽ പാപ്പച്ചൻ?
അപ്പൊ സാർ അറിയോ? കൊള്ള അറിയുവോന്ന്. കൂർമ്മ ബുദ്ധിയിൽ കുറുക്കന്മാരുടെ തലതൊട്ടപ്പൻ, അഹങ്കാരി. പാപ്പച്ചനെ അറിയാത്ത ആരാടോ ഉള്ളത്? അപ്പൊ എന്തെങ്കിലും തടയുവെന്ന് ഉറപ്പായി. ഇടോ, ആ മഹാരാജ ടാക്കീസ് അടിച്ച് പൊളിച്ച് പുതിയ പ്ലാൻ പ്രകാരം ഒരു AC DTS തിയേറ്റർ ഈ മൂർഖൻ പറമ്പിൽ പാപ്പച്ചൻ പണിതിരിക്കും. മൂത്രപ്പര വരെ AC ആയിരിക്കും. മൂത്രപ്പുര വരെ ഏസിയോ? എന്താടോ, ആളുകൾ തണുത്ത് വിറച്ച് മൂത്രം ഒഴിക്കട്ടോ. ഇപ്പൊ 7ാമത്തെ പ്ലാനാ മാറ്റുന്നത്. അതെന്താ? കാശല്ലേ ഞാൻ അങ്ങോട്ട് എണ്ണി തരുന്നത്. എനിക്ക് തൃപ്തി വരുന്നവരെ ആർക്കി വരച്ചോണ്ടിരിക്കണം. പറ്റില്ല, പറഞ്ഞോ. ഞാൻ വേറെ ആളെ വെച്ച് വരപ്പിച്ചോളാം. അയ്യോ അതല്ല. ആ വിമലെ 3 അനിയത്തിമാരെയും ആ മഹാരാജ ടാക്കീസിൽ നിന്ന് അടിച്ചോടിച്ച് അവിടെ JCB കൊണ്ട് ഞാൻ ഇടിച്ച് നിരത്തും. അതെന്റെ ഒരു വാശിയാ. ദുർവാശിയാ. ആരോരും ഇല്ലാത്ത 4 പെൺകുട്ടികളുടെ ജീവിത മാർഗം ആ ടാക്കീസ്. അവിടെ തന്നെ നിങ്ങൾക്ക് തിയേറ്റർ പണിയണോ? ഈ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ നമുക്ക്. അവിടെ എങ്ങാനും 1ഓ 2ഓ തിയേറ്റർ നിങ്ങളുടെ പ്ലാൻ പ്രകാരം ഉണ്ടാക്കി വാശി തീർത്താ പോരെ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാകുകയല്ല. എടീ, 90-ാം വയസ്സിൽ എന്റെ അപ്പാപ്പൻ കർത്താവിൽ അഭയം പ്രാപിച്ചതോടെ ടാക്കീസ് എന്റെ അപ്പന്റെ കയ്യിലായി. പിന്നെ അങ്ങോട്ട് ഓരോന്നായിട്ട് ക്ഷയിക്കാൻ തുടങ്ങി. അവസാനം വിമലയുടെ അപ്പുപ്പൻ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് നിസാര വിലയ്ക്ക് ടാക്കീസ് അങ്ങ് കൈക്കലാക്കി. ഇന്നിപ്പൊ ഞാനും അമേരിക്കയിലുള്ള എന്റെ അനിയ സിബിച്ചനും കൂടെ കഷ്ടപ്പെട്ട് കൈവിട്ടുപോയ പ്രതാപം വീണ്ടെടുത്തപ്പോ എനിക്ക് തോന്നിയൊരു ചെറിയ ആഗ്രഹം, ആ ടാക്കീസ് തിരികെ പിടിക്കണമെന്ന്. അതിനു വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ഞാൻ കളിക്കും. എന്റെ മാതാവേ, ഇത് ഞാൻ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മത്തിലും ഞാനും എന്റെ മക്കളും പങ്കാളികളല്ലേ? മുതലാളി, 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 എവിടെ പോയി കിടക്കണം? മുതലാളി, സോറി. എവിടെ നോക്കിയോടെ വരുന്നത്? ഒന്ന് കോളിംഗ് ബെൽ അടിച്ചൂടെ? രാവിലെ 2 റം അടിച്ചാ പിന്നെ കോളിംബെൽ അടിക്കാൻ തോന്നൂല. മുതലാളി എവിടെ? അകത്ത്. ദൈവമേ, മുതലാളി അകത്തായ? എപ്പോ? എടോ, അകത്തെന്ന് പറഞ്ഞാ മുറിയിലുണ്ടെന്ന്. ആ, ഞാൻ വിചാരിച്ചു മുതലാളി ആ പിള്ളേർക്കൊപ്പം അന്തർലായിന്ന്. ഒന്ന് ഒതുങ്ങിന്നേ. എക്സ്ക്യൂസ് മീ സാർ, അങ്ങനെയാണെങ്കിൽ മുതലാളി, സംഗതി ഇപ്പൊ പ്രശ്നമായേനെ. എന്താ? നമ്മ മഹാരാജ ടാക്കീസിൽ ബഹളം ഉണ്ടാക്കാനായിട്ട് കുപ്പിയും കാശും കൊടുത്തു വിട്ടില്ലേ? ആ കരടി അജയനെ കൂട്ടരെ അവരെ പോലീസ് പൊക്കിന്ന്. നിർത്തടാ. ആർക്ക് വിട്ടോ? ബാക്കി കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആരെങ്കിലും നിൽക്കുമ്പോഴാണ് അടങ്ങുള്ള കാര്യം വിളിച്ചു പോകുന്നത്. അയാൾ എന്ത് വിചാരിച്ചു കാണും? ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ, അയാളെന്ത് വിചാരിച്ചാണോ? മണ്ടൻ. ഞാനാ മണ്ടനാ? ഭാഗ്യത്തിന് മുതലാളിയുടെ പേര് അവർ എസ്ഐയോട് പറഞ്ഞില്ല. രക്ഷപ്പെട്ടു. നല്ല ഗുരുത്വമുള്ള പിള്ളേരാ. അപ്പൊ എന്നെ സമ്മതിച്ചാ? ഇനി നീ വേഗം ഒരു കാര്യം ചെയ്യ, നമ്മുടെ വക്കീലിനെ വിളിച്ച് പിള്ളേരെ ഇറക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്യ. അല്ല മുതലാളി, ആ വിമലക്കെട്ടൊരു വേല വെക്കാൻ ഇത്രയും നാളായിട്ട് കാശും ആളെ ഇറക്കിയിട്ട് ഒന്നും അവിടെ ഏക്കണില്ലല്ലോ. നീ കണ്ടോ, അവസാനത്തെ ബോംബ് പൊട്ടുന്നവരെ ഞാൻ കളിക്കും. എന്നാ പിന്നെ അവസാനത്തെ ബോംബ് ആദ്യം പൊട്ടിച്ചൂടി? അതൊക്കെ ഞാൻ പൊട്ടിച്ചോളാം. അവിടെ ഷോ തുടങ്ങാൻ സമയമായി. നീ ചെല്ല്. ഓ, നേരെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് അവിടെ ചിലതൊക്കെ സംഭവിക്കും. ആ മുതലാളി, കടയിൽ സാധനങ്ങളൊക്കെ തീർന്നുപോയി. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. കേശവന്റെ കട എന്നാലും കാശായിട്ട് തരില്ല. അമ്മേ, വിമലേച്ചി, ചേച്ചി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ? പിന്നെ മണി 3 കഴിഞ്ഞില്ലേ? ആ കറക്കണ കുന്ത്രാണ്ട് എനിക്കൊന്ന് പഠിപ്പിച്ചിടാൻ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ലല്ലോ. അതിനാ സ്വാമിനാഥൻ സമ്മതിക്കണ്ടേ? എന്നാ സ്വാമിനാഥൻ പണി പറ്റിച്ചു. ഷോ, അവൻ ഇനിയും വന്നില്ലേ? എന്റെ ദൈവമേ. ഷോ, ഇന്നാണെങ്കിൽ നല്ല കളക്ഷൻ കിട്ടുന്ന ദിവസമാ. എന്തുറപ്പിലാ ടിക്കറ്റ് കൊടുക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുവാ നാട്ടുകാര് നമ്മുടെ മെക്കിട്ട് കയറാൻ. ഷോ, വായാടി ജാനകി മക്കളും വന്നിട്ടുണ്ട്. വഴക്കിനുള്ളൊരു വഴിയായി. നമ്മൾ എന്ത് ചെയ്യോ ഇടമേ? എന്ത് പറ്റി? ഇന്ന് മാറ്റിനി ഇല്ലേ? സ്വാമിനാഥൻ വന്നിട്ടില്ല അച്ഛനെ. അവൻ പണ്ടേ അങ്ങനെ. അവന്റെയൊക്കെ കയ്യും കാലും തല്ലി ഒടിച്ച് പള്ളേക്കളേണ്ട സമയം കഴിഞ്ഞിരിക്കുക. പുതിയ പട. മാറ്റിനി കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചതാ. ചേച്ചിയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ അഹങ്കാരി വിട്ടിട്ട് വേറെ ആരെങ്കിലും വെക്കണോന്ന്. അവന്റെ ഭാവം കണ്ടുകഴിഞ്ഞാ അവൻ ഓണറും നമ്മളൊക്കെ അവന്റെ വേലക്കാരാണെന്ന് തോന്നുക. ആ വിചാരമൊക്കെ അവന്റെ മനസ്സിരിക്കത്തേ ഉള്ളൂ. ആ പറഞ്ഞത് ശരിയാ. ഇവിടെ മര്യാദക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഈ പറഞ്ഞത് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ കാര്യം നടക്കും. ഞാൻ പറയും. എനിക്കെന്താ അവനെ പേടി? എന്നാ ഒട്ടും താമസിക്കണ്ട, ഉടനെ വിളിക്കാം അവന്റെ കുന്ത്രാണ്ടത്തിലേക്ക്. പണ്ടാരക്കാരൻ ഇവൻ എടുക്കുന്നില്ലല്ലോ. ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് മാറിക്കാറുന്നവരെ ചാകാറായല്ലോ.
ഹലോ ഹലോ, എന്താ നീ ഫോൺ എടുക്കാത്ത? ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാ. മതി മതി മതി, 2:30 തുടങ്ങേണ്ടതാ. ഇപ്പൊ മണി 3 കഴിഞ്ഞു. ഇവിടെ 3 മണിയായി. 3 മണിക്കുള്ള ഷോ 3:30 ആയെന്നോർത്തപ്പോ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. സിനിമാ തിയേറ്റർ അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ. ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിൽ നിന്ന് ഇറങ്ങി ഓടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചി പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ, സിനിമാ തിയേറ്റർ അല്ലേന്ന്. പിന്നെ വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു പൊയ്ക്കോളും. എന്ത് പറഞ്ഞു മോളെ? വന്നോണ്ടിരിക്കാന്ന്, ഉടനെ എത്തും. ഓ, സമാധാനായി. ഒരയൽവാസി എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ ഷോ തന്നെ കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസാണ്. കുറെ കാലമായിട്ടുള്ള ശീലല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരാം. മോളെ, എന്റെ സീറ്റ് ചില സീറ്റ് അറിയാലോ, ഒഴിച്ചങ്ങിട്ടേക്കണേ. അത് ഞാൻ ഏറ്റു. ടിക്കറ്റ് വെക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ആൾക്കാരൊക്കെ നിൽക്കുക. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടേ. ഓ, എന്റെ ദൈവമേ, ഒരു ടാക്സി നടത്താൻ പെടുന്ന പാട്. റെക്കോർഡിട്ടല്ല, കാണിച്ചു തരാ. ഈ മഹാരാജ ടാക്സി കയറി പണം കാണേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ നിന്ന് 4 ദോശയും 2 ഓംലെറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലാതെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യമുണ്ടാ? പോരാത്തനി എലി ശല്യം വേറെ. എലിയുടെ കടി കൊണ്ട് എത്ര പേരെ ഇടങ്ങേറായെന്നറിയാമോ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, ഒരു പുണ്ണാക്കുമില്ല. വടിയാകാൻ വേറെ വല്ല മാർഗം വേണോ? നമ്മുടെ ഭാരതം പറഞ്ഞാലും കാര്യമില്ലായില്ല. അങ്ങനെ പറ. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ ടാക്കീസ് പൂട്ടിക്കണം. ചേട്ടാ 100 രൂപയ്ക്ക് ചേഞ്ച് തരുമോ? എന്തിനാ? ബൈക്ക് പാർക്ക് ചെയ്യാനാ. പടം കാണാൻ വന്നതാണല്ലേ? അതെ. നിങ്ങളെ കണ്ടപ്പോ 6 മാസം മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർത്തുപോയി. അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള 2 പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു. മാറ്റിന് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്ന് ഭയങ്കര ഒരു ഒച്ചയും ബഹളം കേട്ടു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോ 2 ശവശരീരങ്ങളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയ ആ 2 ചെറുപ്പക്കാരുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളായിരുന്നു. എന്തുപറ്റി? കടിച്ചു. ആര്? വെമ്പാലമൂർഖൻ. എന്നിട്ട് വിനോദയാത്ര സിനിമ കാണാൻ വന്ന പിള്ളേരെ വിലാപയാത്ര കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി, നിങ്ങളെയൊക്കെ വിഷമുള്ള പമ്പ് ഈ ടാക്കീസിൽ എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിടിച്ചേ, ചില്ലറയില്ല. പോ, ചെല്ല്, പോടാ. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോ വന്നേക്കണ്. ഒരു വിധത്തിൽ നിന്നു. വാ വാ, ഇന്ന് ഷോ നടക്കുന്ന എനിക്കൊന്ന് കാണണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങോട്ട് നോക്കണ താടി. നീ ആർക്കിട്ടാണ് ശരണം വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ മുതലാളിയുടെ കാലും കഴിയുമ്പോ ഞാൻ ഓടത്തുള്ളൂ. എടാ കോപ്പറേറ്ററെ, ഈ ചന്തയുടെ കൈയോട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടില്ല. നീ പറയടാ. നീ അധികം നാളിവിടെ പണിയെടുക്കില്ല. ഇതിനകത്ത് തൂങ്ങി ചത്തിട്ടാണെങ്കിൽ ഈ ടാക്കീസ് ഞാൻ പൂട്ടിക്കും. ടാക്കീസ് പൂട്ടില്ലടാ, പക്ഷെ നിന്റെ ഈ പേട്ട് തട്ടുകട പൂട്ടും. പോവാടാ. എന്താന്നറിയോ, മാറ്റിനോടങ്ങാൻ സമയം നമുക്ക് ഇന്റർവെല്ലിൽ കാണാടാ. മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കും എനിക്കൊന്ന് കാണണം. ചേട്ടാ കുറച്ച് സാമ്പാർ തരുമോ? 6:55 തുടങ്ങിയതാണല്ലോ സാമ്പാർ വിഴുങ്ങാനായിട്ട്. ദോശ ബാക്കി ഇരിക്കില്ലേ, പിന്നെ എങ്ങനെ കഴിക്കുന്നത്? 2 ദോശ മേടിക്കും, 2 ലിറ്റർ സാമ്പാർ. സിനിമ എങ്ങനെയുണ്ട്? ഉഷേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. രമയുടെ കല്യാണം അറച്ചല്ലോ, അടുത്ത ചിങ്ങത്തിലാ. ഓണത്തിന് എല്ലാരെയും കൂട്ടി വരണം. തീർച്ചയായിട്ടും. നല്ല പടാ. ആണോ? ഭഗവാനേ, ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എന്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, ഒരു പഴം ഞാൻ എടുത്തോട്ടെ. ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. എല്ലാരുടെയും കണ്ണുവെട്ടിച്ചിഞ്ഞ് പോരുന്നോ? സമയം 3:10. ആൾക്കാര് ബഹളം വെക്കുന്നത് കേൾക്കുന്നുണ്ടോ? വായുള്ളവര് കൂകും, ചെവിയുള്ളവരത് കേൾക്കും. അതിനെനിക്കെന്താ, ഒച്ച അടയ്ക്കുമ്പോ നിർത്തിക്കോളുന്നേ. പകതിരിവില്ലാത്തവൻ. എടാ, നിന്നോടാ തുടച്ചത് മതിയടാ. നിങ്ങൾക്കറിയാവല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അത് ഇനിയെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ. ആയസെത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ. അതെന്താന്നറിയോ? അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന്. ഞാൻ സൈക്കിൾ എടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിന് നിന്ന് ഗാന്ധിജയന്തിയായി പോയി. ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ
ഒരു യുഗപുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. എന്നാ ഷോ തുടങ്ങാമല്ലോ. പിന്നെന്താ? ഏത് കോപ്പനാണെങ്കിലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണാ കൂവുന്നേ? ഒറ്റയർത്തിനും കൂവാൻ അറിയില്ല. അതെ ചേച്ചി, രണ്ടെണ്ണം പോയോ? പടം തെളിഞ്ഞ്. എടി വിമലേ, എന്നോടാണ് ആ കളി? കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കൂന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ ഇത് ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ അത് ഇവിടത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിയാ മതി. അണ്ണാക്കി സൂട്ടാവൂല്ല. വെള്ളവൻ ആ മുതലാളി വരണം. ഇന്ന് എങ്ങനെയുണ്ടോ കളക്ഷൻ? ഒടുക്കത്തെ കളക്ഷൻ അല്ലേ മുതലാളി? ഇങ്ങനെ പോയ മിക്കവാറും അവളുമാരി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര AC DTS തിയേറ്റർ ആയിട്ട് പണിയടാ. DTS അല്ല, അവളുമാർ അതിനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുന്നുണ്ട്. നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്. കുറച്ച് കാശ് ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്താ ഈ പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്കീസിൽ കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ടർ അടിച്ച് മാറ്റും. അതെന്താടാ ഒരു ദിവസം ആക്കുന്നത്? ഇന്നായിക്കൂടെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് പ്രൊജക്ടർ അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി, കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുതരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും. മക്കളെ എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, പാപ്പച്ചായൻ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? ദേ, നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്നാ നല്ല ഫ്രഷ് സാധനം. ഇന്ന് പുതിയ സിനിമയാണല്ലേ? എങ്ങനെയുണ്ട്? ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ. ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ. ഇത്രയും പോന്ന ഈ മക്കളെ വെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ടു വന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന് ആരൊക്കെയോ ബഹളം വെച്ചെന്നോ പോലീസ് വന്നെന്നൊക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആരൊക്കെ അവര്? ആരാന്നുള്ളത് അയച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ആരാണെന്നൊരു വാക്ക് മുളന്നോട് പറഞ്ഞാൽ മതി. അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ. ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടെറിഞ്ഞങ്ങ് പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ. നല്ല വില തരുന്നൊരു പാർട്ടിയെ ഈ അച്ചായം കൂടി തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചായന്റെ സ്നേഹം കണ്ടോ? ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്ത് കാണാൻ കിട്ടുവോ? എന്റെ കർത്താവേ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി അച്ഛാ. ഓ അച്ഛാ, ഒരു മിനിറ്റ്, ഇതോടെ കൊണ്ടുവയ്ക്കോ. ഇത് ഇവിടെ അഴുകിപ്പോവും. കൈ കൊണ്ടൊന്ന് കൊടുക്കച്ചായ. അതല്ല കറി വെച്ച് തരത്തില്ലയോ? ഫ്രഷ് അല്ലയോ? അതെ അതെ അതെ. ചേച്ചിക്ക് 2 വർത്താനം പറഞ്ഞൂടായിരുന്നു? അയാൾക്ക് നാണമില്ലടി. അയാളോട് എന്തോ പറയാനാ ഈ പാപ്പയ്ക്കൻ മയിലാളി. അയാള് കാരണം എന്തുമാത്രം കടുകും മുളകും അടുപ്പിലേക്ക് പോകുന്നതല്ലേ? കണ്ടോ കണ്ടോ, മുളകിന്റെ മണവും വന്നില്ല, കടുകും പൊട്ടിയിട്ടില്ല. ആ ദുഷ്ടൻ ചിരിച്ചോണ്ട് വന്ന് നല്ല പ്രാക്കും രാഗിട്ടാ പോയിരിക്കുന്നത്. നമ്മൾ 4 പേരും 4 വഴിക്കും പിരിയണോന്നാ അവന്റെയൊക്കെ മനസ്സിലിരിപ്പ്. ആ പോപ്പച്ചൻ പണ്ടാരക്കാലിന്റെ കണ്ണു കുത്തി പൊട്ടിപ്പോണേ എന്റെ ഭഗവതി.
ഐഡാമോ ആഹാ പാപ്പച്ചായനോ? എടീ എന്തിനാ നീ ഇങ്ങനെ ഓടി നടന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നത്? എന്റെ അച്ചായ എന്ത് ചെയ്യാനാ? ഈ പഞ്ചായത്ത് മുഴുവൻ എത്ര പോസ്റ്റ് ഒട്ടിച്ചാലും ഉടനെ കീറിക്കളയാൻ ഓരോരുത്തർമാർ ഉരുമിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അത് വല്ല ആടുമാടുകളും തിന്നുന്നതായിരിക്കും. ആടിന് മൈദമാവ് വലിയ ഇഷ്ടമാ. കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്. എന്തോന്ന്? നീ ഇവിടുത്തെ പണിയൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ 1-ാം തരം ശമ്പളവും നല്ലോണം ചെലവിനും തരാം. അല്ല എന്താ ജോലി? ഓ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാ പോരെ. എന്ത് പറയുന്നു? അപ്പോ ഈ പോസ്റ്റർ ഒക്കെ ആരൊട്ടിക്കും? അവർക്ക് വേറെ പണിക്കാരെ കിട്ടും. അല്ല അവൾ തന്നെ ഒട്ടിക്കട്ടെ. നമുക്കെന്നാ? നമ്മൾ രണ്ടാളും ഒരേ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ? എന്നാ വൃത്തികേടാ ഈ പറയുന്ന അച്ചായ? ഞാൻ പറഞ്ഞത് മാമോസ വെള്ളത്തിൽ മുങ്ങിയ 2 സത്യക്രിസ്ത്യാനികളാന്നാ. അത് ശരി, എന്നാ ഞാൻ വരാം. പാപ്പച്ചായൻ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ പോസ്റ്റർ ഒട്ടിക്കാനും പണികളൊക്കെ ചെയ്യാനും പാപ്പച്ചായന്റെ ഭാര്യ മകളെ ഇങ്ങോട്ട് വിട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ തിയേറ്റർ ഉള്ളതുകൊണ്ട് അച്ഛനില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തുന്നത്. വന്നിരിക്കുന്നു കൂടെ ചെല്ലൻ. എന്താ എന്ത് പറ്റി? ചേച്ചി നമ്മുടെ കുഞ്ഞിനിയാസിനെ കാർ സീരിയസ് ആണെന്നാ കേട്ടത്. എത്ര സൂക്ഷിച്ച് റോഡേ കൂടി പോയാലും സംഭവിക്കേണ്ട സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ബോധ്യമായി മോളെ. ലക്കും ലഗാനും ഇല്ലാതെയല്ലേ ഓരോരുത്തന്മാര് വണ്ടി ഓടിക്കുന്നേ. അതെ അതെ, ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളാ പത്രത്തിൽ വായിക്കുന്നേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. അതെ. അമ്മാവാ ആരെങ്കിലും ഒക്കെ ഉണ്ടോ സഹായത്തിന്? 5-6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാരെങ്കിലും വേണ്ടേ? ആയ കാലത്ത് നാട് ചുറ്റി നടന്നു. സമയത്ത് കല്യാണം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അകന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട്. അവന് ഫോൺ ചെയ്യാൻ വേണ്ടി ഐഡാൻ പോയിരിക്കുക. ഓ, എല്ലാവരുടെയും കാര്യത്തിന് ഓടി നടക്കുന്ന ആളാ ആശാൻ. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ മോളെ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെങ്കിലും സഹായം വേണം. ആ എന്താ മോളെ, അവനെ കിട്ടിയോ? ആ കിട്ടി. അമ്മാവൻ അല്പം കൂടുതലാണെന്നും 24 മണിക്കൂറും കൂടെ ഒരാള് വേണമെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അതേതായാലും നന്നായി. ആ ചെറുക്കൻ വല്ല കഥയെഴുത്തുകാരനും മറ്റോ ആണ്. ഈ ബോർഡും ബാനറും ഒക്കെ എഴുതുന്ന പണിയാ. എന്തായാലും വരാൻ നേറ്റല്ലോ, അത് കാര്യായി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. വൈകിട്ട് വരാം. ശരി. ഓ, ആ ചാരായമുള്ള സമയമായിരുന്നെങ്കിൽ 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ ശരീരത്തിന്റെ വേദനയും നീർക്കെട്ടിലും ഉടനെ തന്നെ പോയേനെ. അത് നിരോധിച്ചവരുടെ തലയിൽ. അയ്യോ എന്റെ പൊന്നെ അമ്മാവാ, ആ മനുഷ്യൻ ഡൽഹിയിലെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. ആ എന്നാ അവിടെ ഇരിക്കട്ടെ. എന്നാ ഇത് കുടിക്കാം. 20 നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി. ശമ്പളം തന്നു കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടത്തെ തൊഴിൽ നിയമം. അതറിയാവോ? ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു? പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ പറ്റി? സത്യം പറ. എടാ അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിൽ നടത്തുന്ന എന്തിനാ? ദിവസവും നടത്താൻ മേലേ? ശ്രാദ്ധം അതെന്നാ? അത് എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗ് എടുക്ക. ചേച്ചി അടുത്തത് 955 രൂപ. ഉണ്ണി, ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ, കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി ഞാൻ പോയി നോക്കാം. അമ്മായി ഞാൻ വന്നു. നല്ല ആളാ അമ്മായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കുട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതിലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം.
ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് നാലാൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ? എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മായിക്ക് കഴിക്കാൻ എടുത്തോളൂ. ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തുന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ. അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ. നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നത്? ആ വിളക്ക് ഇപ്പൊ എണ്ണ ഒഴിക്കടി. അവളൊരുത്തി അമ്മായി അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. വലിയ വർത്താനം പറയില്ല. അതൊക്കെ എടുത്ത് വെക്കടി, എടുത്ത് വെക്ക. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ഇന്നലെയും ഞാൻ അവള് സ്വപ്നം കണ്ടു, നിന്റെ അമ്മയെ. അവൾ ഉറക്കത്തിൽ വന്ന് എന്റെ അടുത്ത് ഒന്ന് പറയുക, എന്റെ വിമല മോളുടെ കാര്യത്തിലാ എനിക്ക് വേവലാതിന്നു. എന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അന്ന് ടാക്കീസ് എഴുതി വാങ്ങിക്കാൻ നിന്റെ അച്ഛൻ എന്തുമാത്രം പുകില ഉണ്ടാക്കിയത്. പാവം പാർവതി, അതിന്റെ പേരിൽ എന്തൊക്കെയാ അവള് സഹിച്ചത്. അന്ന് അത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗതി എന്താവുമായിരുന്നു? മോൾ അമ്മയുടെ കർമ്മം ചെയ്തവളാ. എല്ലാ അർത്ഥത്തിലും തിരിച്ചറിവാവുന്ന പ്രായത്തിൽ തന്നെ എന്റെ മോള് സഹോദരങ്ങൾക്ക് അമ്മയായില്ലേ? അനാഥരായ നിങ്ങൾ 4 ആളുടെയും കൈപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മായി ടാക്കീസിന്റെ പടിയിറങ്ങുമ്പോ മോളുടെ മുഖത്തുണ്ടായിരുന്ന ആ വേദന ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളെല്ലാം ചെയ്യുന്നില്ലേ? അതിനു മോക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും തരും. മോളെ, അമ്മായിക്ക് പ്രായമായി. അടുത്ത അമ്മയുടെ ശ്രാദ്ധത്തിന് മുമ്പെങ്കിലും മോള് മിന്നുകെട്ടി കാണണമെന്ന് അമ്മായിയുടെ ആഗ്രഹം. അനിയത്തി കുട്ടികൾക്ക് മാത്രമല്ല, മോക്കും വേണം ഒരു ജീവിതം. ഇനി അത് വൈകിക്കൂടാ. ഇവിടെ തന്നെ ആയിരിക്കും അമ്മാവൻ കിടക്കുന്നത്. നിന്റെ അമ്മാവനെ ചിതയിലേക്ക് വെച്ച് തീ കൊളത്തെ ഞാൻ സ്ഥലം വിടും. അല്ലാതെ സഞ്ജയനും അടിയന്തരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നാട്ടിൽ പല പണികളതാ. എടാ, അതിന് അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാതെ. ഞാനെല്ലാം വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാ. വളരെ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ അപ്പം സൈക്കിൾ തട്ടി ആശുപത്രി കിടന്നപ്പോ അദ്ദേഹം തട്ടിപ്പോയെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ സംഭവം ശരിയായില്ലേ? എടാ, നീ കരുനാക്ക് വിളിച്ചൊന്നും പറയാതെ. വടിയായ അമ്മാവന് നേരിട്ട് കണ്ടാലേ അവൻ വിശ്വസിക്കും. അത് അമ്മാവനല്ലേ? ഏയ്, നിന്റെ അമ്മാവ് ഇപ്പൊ മോർച്ചറി കാണും. നോക്കാം. വിട്ടെ അമ്മാവാ. മോൻ വന്നോ? എന്റെ പ്രവചനം ആദ്യമായിട്ട് തെറ്റി. കുതിരയെ പോലെ ചാടിച്ചാടി നടന്ന ഈ അമ്പാവന്റെ കിടപ്പ് കണ്ടോ? എഴുന്നേക്കാൻ പോലും വയ്യാതായി. വിളി കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എത്തുന്നതിനേക്കാൾ മുമ്പ് തീർന്നു. ഏതായി അലവലാതി ചെറുക്കൻ? അലവലാതി തന്റെ എന്റെ കൂടെ ഒന്ന് പണി പഠിക്കാൻ വന്ന ചെറുക്കനാ. പേര് അയ്യപ്പൻ. ഇവനെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്ക്. ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണെന്ന്. കേട്ടല്ലോ? ഇയാളെ വാങ്ങിക്കും. മോള് വന്നോ? ആരാമാവത്? ഇത് തൊട്ടടുത്തുള്ള മഹാരാജ ടാക്കീസിലെ പോസ്റ്റ് ഒട്ടിക്കുന്ന ഐഡാമ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ സിനിമ പോസ്റ്റ് ഒട്ടിക്കോ? പിന്നെ പെണ്ണുങ്ങള് തെങ്ങേക്കയറി തേങ്ങായിരുന്നു. പിന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കുന്നത്. ഞാനാ ഉണ്ണിക്ക് ഫോൺ ചെയ്തത്. ഓ, അത് ശരി. നിങ്ങളുടെ വീടിന്റെ ജനാല തുറക്കുന്നത് തന്നെ മഹാരാജ ടാക്കീസിലേക്കല്ലേ? അതുകൊണ്ട് 6 മാസം ഉണ്ണിക്ക് ബോറടിക്കാതെ സിനിമയും കാണാം, അമ്മാവനെയും നോക്കാം. 6 മാസോ? അത് നടക്കില്ല. അതെന്താടാ? അയ്യോ, 6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവന് വിസ എപ്പോഴാ വരെന്ന് പറയാൻ പറ്റില്ല. വിസയോ? എവിടുന്ന്? ദുബായിന്ന്. അടുത്ത ആഴ്ച വിസ വരുന്ന പറഞ്ഞിരിക്കണ. അതുകൊണ്ട് വിസ വരുന്നവരെ ഇവൻ അമ്മാവനോട് നിൽക്കും. അപ്പൊ നീ പോലെ? എനിക്ക് ധൃതിയൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിർത്തി എന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ന് ഞാൻ അമ്മാവനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ പോവാണ്. പാതി വഴിക്ക് വെച്ച് അമ്മാവൻ തട്ടിപ്പോയിന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാൽ ഞാൻ വരില്ല.
നിന്റെ അമ്മ അവനൊരു ബ്രഷും പേസ്റ്റും എത്രയും പെട്ടെന്ന് വാങ്ങി കൊടുക്ക്. ബോധം പോവാനിത് ബാക്കി. ഉണ്ണി വന്നല്ലോ, ഞാൻ പോട്ടെ അമ്മാവ, നാളെ വരാം. അയുടെ പോളവിടെ നിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ അന്തോണിയസ് പുണ്യാളുടെ നടയില് 2 കൂടി മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കണം. എന്തിനാ അമ്മാവ? ഇവൻ ഒരിക്കലും വിസ വരാതിരിക്കാൻ. ഞാൻ കത്തിച്ചേക്കാം. എന്റെ അന്തോണിയസ് പുണ്യാളാ, എന്നെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നേർന്നതാണേ. എന്നോട് ക്ഷമിക്കണേ. എക്സ്ക്യൂസ് മീ. എന്താ സാർ, ഒരു ലിഫ്റ്റ് തരൂ. കുറെ നേരമേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. അരമണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂന്നാ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സാർ പ്ലീസ്. കേറിക്കോ. എന്താ പേര്? റോസ് ജോൺ. ഓ, അയ്യോ മാല, അയ്യോ എന്റെ മാല, കള്ളി കള്ളി, എന്റെ മാല പഠിച്ചോണ്ട് വന്നേ. എടി എടി ഇല്ലടി ഇവിടെ. കള്ളി നാട്ടുകാരെ, കള്ളി വരുന്നേ, കള്ളി കള്ളി. അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാൻ. എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ എന്താ ഉണ്ടായി? ഉപദ്രവിക്കാൻ വരിക ഒരാള്. അല്ലല്ല, 3 പേരുണ്ട്. ആരാ അവരൊക്കെ? അറിയില്ല. ഒന്ന് വണ്ടി വേഗം വിടും. ഒന്ന് വേഗം പോയിക്കോ. വേഗം വേഗം വേഗം. പേടിക്കാതിരിക്കൂ, വേഗം വേഗം. ഞാനില്ലേ കൂടെ. നിർത്തില്ല, വേഗം പോയിക്കോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. വണ്ടിലോട്ട് കയറ്റും. വണ്ടി സ്റ്റേഷനിലോട്ട് നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കേറാം. ഇങ്ങോട്ട് വാടാ. പിടിച്ചേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കണേ. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതലാടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല്ലം മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാനെ. മാല എടുക്കണി. ആ, ബെസ്റ്റ് സ്ഥലം. നോക്കിയേ, ഇതന്നെയല്ലേ സാറിന്റെ മാല? ഒറിജിനൽ ലെവലിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗ്ഗങ്ങളാ. അതെ സാർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈ കാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. നോക്ക്, ഇത് വെച്ചോളൂ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. ഇറങ്ങി പോടാ. താങ്ക് യു സർ, രക്ഷപ്പെട്ടു. സാർ, എന്ന് ഞാനും ഓ പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞം കേട്ടോ. കേറി നിൽക്കണേ. ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ചു, അതും തടഞ്ഞില്ല. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ. സെക്രട്ടറി കൊള്ളാലോ, രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? തരാം, നോക്കട്ടെ. അപ്പൊ ബോറടിക്കില്ലെന്ന് ഉറപ്പായി. പുതിയൊരാള് കൂടി. അപ്പൊ 3. കൊള്ളാം. ഇനി ഈ ജനൽപാളികൾ ഒരിക്കലും അടയുകയില്ല. ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലവന്. ഞാൻ സുഖമില്ലാത്ത ആളാണെന്നുള്ള ബോധം പോലും ഇവനില്ല. വഷളൻ. എന്താ അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. എന്നെ നോക്കാൻ കൊണ്ടുവന്നവരെ ഞാൻ നോക്കേണ്ട ഗതികേടില്ല. എന്തു പറ്റി? ഉണ്ണി എവിടെ? ഓ, അകത്തോട്ട് വെള്ളം ചൂടാക്ക. ഒരു ഡാമിലെ വെള്ളം ചൂടാക്കേണ്ട സമയം കഴിഞ്ഞു. ഏത് നേരവും വിസ വിസ എന്നൊരു ചിന്ത അവനുള്ളു. അല്ല, ഇവരൊക്കെ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ വെള്ളം ചൂടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഗൾഫിലെ അറബിയുടെ കക്കൂസ കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പോട്ടാശാനെ, പിള്ളേരല്ലേ. ആശാന്റെ കുളി കഴിഞ്ഞ് ഉണ്ണി ഒന്ന് ടാക്കസിലേക്ക് വിടണം. എന്തിനാ മോളെ? ഇന്ന് മുതൽ ടിക്കറ്റ് ചാർജ് കൂട്ടുക. പഴയത് മാറ്റി പുതിയതൊന്ന് എഴുതണം. ഇന്നലെ ഒരുത്തൻ ഏർപ്പാടാക്കിയതാ, അവൻ ഇതുവരെ വന്നില്ല. വിമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുവാ. മോള് പോയിക്കോ,
ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. മറക്കല്ലേ ആശാനെ. ഇല്ല മോളെ, പൊയ്ക്കോ. എന്നാ ഞാൻ പോട്ടെ. ഓ ഉണ്ണിക്കിച്ചാ, എടാ ഉണ്ണിക്കിച്ചാ വരുന്നു. വരുന്നത് ഇങ്ങോട്ട് വാടാ, ചൂടാക്കിയത് മതി. അതെ അതെ, രാവിലെ ഈവനിങ് ഫ്ലൈറ്റ്. അല്ല ഏതാ ഈ പുതിയ ഇറക്കുമതി? കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. മോർണിംഗ്. ആണാ? ആരാ മനസ്സിലായില്ല? ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇരുന്നാട്ടൊരു കാലി എടുക്കാം. നോ താങ്ക്സ്. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെയാ, നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ? ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ? അല്ല, ടാക്സി വിലക്ക് വാങ്ങാനും മറ്റോ വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാരത്ര ശരിയല്ല. എങ്കിൽ പാരപണി അതാ. മിസ്റ്റർ ഭരതൻ, ഞാൻ ഈ ടാക്കീസ് വാങ്ങാൻ വന്ന ആളൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല. പറയാം. അതായത് എന്റെ ഈ അത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാ. അതായത് ദുബായ് റിലീസ്. നല്ല കാര്യം. ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസില് പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞുണ്ണിയാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ തിയേറ്ററാണ് പടം കളിപ്പിക്കുന്നത്. ആട്ടെ, ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനുക്ക് ലവർ. കൊള്ളാം. പടമാണല്ലേ? തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റായ സെക്സ് പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്നു എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളന്മാരുടെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളന്മാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചോടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങളുണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും. പക്ഷേ മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ നിരാശപ്പെടണ്ട. അധികം താമസിയാതെ എന്റെ മുതലാളി മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ ഇവിടെ ഒരു തിയേറ്റർ പണിയും. അവിടെ ഞാൻ കളിപ്പിക്കും ഉദ്ഘാടന ചിത്രമായിട്ട്. സെക്സ് പടം കാണാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അവകാശം ഞാൻ സഫലീകരിച്ചു കൊടുക്കും. ഒരേ ബഹുമാനപ്പെട്ട ഭരതൻ, താങ്കളെ പോലുള്ളവരെയാണ് ഈ നാടിനും ഞങ്ങളെ പോലുള്ളവർക്കും ആവശ്യം. ബഹുമാനപ്പെട്ട അബ്ദുള്ള, തൽക്കാലം പോയിട്ട് 3 മാസം കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഈ ടാക്കീസിന്റെ സ്ഥാനത്ത് മൂർക്കമ്പറമ്പിൽ ടാക്കീസ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ഭരതൻ, അപ്പോൾ നമുക്ക് ഉദ്ഘാടന ദിവസം കാണാം. ശരി ബഹുമാനപ്പെട്ട അബ്ദുള്ള. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ബഹുമാനപ്പെട്ട ഭരതൻ. പോയിട്ട് വരൂ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള അവളന്മാരുടെ അടിയും കൊണ്ട് ടൈയും കോപ്പും ഇല്ലാതെ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. പാവം. എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവൻ? ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച് കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. വലിയ പണിയൊന്നുമില്ല. ഈ 15 17 ആക്കണം, ഈ 22 25 ആക്കണം. എത്രയാ കൂലിന്ന് വെച്ച് കഴിഞ്ഞാ ഐഡമ്മയോട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളും. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ. അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ട് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുമോ ആവോ? വേണ്ടി വരും. എന്തോ? ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞ എനിക്ക് പോകായിരുന്നു. അയ്യോ, 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 എന്റെ കണ്ണിന് മുളകൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? ഫയർഫോഴ്സിനെ വിളിക്കേ.
വെണ്ണിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനോട്ടൊക്കെ കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചു കയറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം. ദാ എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയേക്ക് പൊക്കൂടെ? ഓ നാളെ നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ലേട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്, അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയാല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ, അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ, പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോൾ അയാള് കണ്ടു. അത് പിന്നെ എനിക്കൊരു സ്വൈര്യവും തന്നിട്ടില്ല. എന്തുവാ ആലോചിക്കട്ടെ. പിന്നെ രണ്ടും കിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ചേർച്ച. തിരുവമ്പാടി പാറമേക്കാവും പോലെ. തൽക്കാലം തിരുവമ്പാടി അവിടെയും പാറമേക്കാവ് ഇവിടെയായിട്ട് നിൽക്കട്ടെ കേട്ടോ. അല്ല പിന്നെ പോയല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ. കമലാസ് ചേട്ടാ, ഒരുപാട് ജോലി ഉണ്ടെന്ന് ചെന്നാട്ടെ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ 4 ആളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലേ. പിന്നെ ഐഡമേ കുറച്ച് ഉത്തരവാദിത്തം എടുത്തേ. എന്താ വിമല ഇത്? ചേട്ടൻ കൊടുത്തു വിടട്ടെ. എന്നാ അത് എന്തുവാ ഇത്? ചോദിച്ചാലും 10,000 1000 ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങ് തരുവാ. വേണ്ടേ? പിടിക്ക്. എന്നാലും അനുകൂലമായിട്ടൊരു മറുപടി. ഒരുപാട് സമയം കിടക്കല്ലേ ചേട്ടാ, തൽക്കാലം ചേട്ടൻ ചെന്നാട്ടെ. എന്നെ വാശി പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നാളായി ഞാൻ ഈ ടാക്കീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ 4 പേരുടെയും കല്യാണം നടത്തിയിട്ട് ഈ കമലാസനൻ പളനി പോയി ഈ തലമുട്ടയടിക്കും. അയ്യോ, ഇതിനകത്ത് ഇനി എന്തോന്ന് അടിക്കാൻ? എന്നാ പിന്നെ മീശ എടുക്കല്ലോ. ഇനിയിപ്പോ അയാളോട് ഞാൻ എന്തോ പറയും. ഈ പേരും പറഞ്ഞ് 4 ദിവസമായിട്ട് 4 ഫുൾ ചിക്കനും അടിച്ചിട്ട് നിക്കുക. അയ്യോ, ഇതുങ്ങൾ എന്നെ കൊല്ലും. ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അതെ അതെ. പണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഷാപ്പിൽ പോയി, ഓർമ്മയുണ്ടോ? കുടിച്ച് ഷാപ്പ് മുഴുവൻ ഛർദിച്ച് നാട്ടിച്ച് നിന്നെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അതിന് അമ്മയുടെ നല്ല ചീത്ത ആശാൻ കേട്ടില്ലേ? ആട്ടെ, നീ എപ്പോഴാ ജോലിക്ക് കയറേണ്ടത്? ഇപ്പൊ തന്നെ താമസിച്ചു, അതുകൊണ്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാണ്. അത് ശരി. വേണു നാട്ടിലെത്തിയ വിവരം വിമല അറിഞ്ഞോ? ഇല്ല. ഇപ്പോഴും ഈ മനസ്സിൽ വിമലയാണെന്ന് എനിക്കറിയാം. ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായി. മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. വിമലയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചതുമില്ല. വേണ്ട ആശാനെ, ഞാൻ പോവുക. വീട് വൃത്തിയാക്കാൻ ഒരാള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വരണേ, വരാതിരിക്കരുത്. വരാം. ഇനി ഏതായാലും ഒരു കൂട്ടായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ, പഞ്ചായത്തിൽ നിന്ന് വല്ലതും ഒപ്പിച്ചെടുക്കാനാണോ? പഞ്ചായത്തിൽ നിന്നല്ല സാർ, ബാങ്കിൽ നിന്ന്. സാറ് ലോൺ എടുക്കാൻ ആഗ്രഹിച്ച അതേ ബാങ്കിൽ നിന്ന്. ഞാൻ ലോൺ എടുക്കാൻ ആഗ്രഹിച്ച ബാങ്കോ? ഉണ്ണികൃഷ്ണൻ ചെല്ല്, അകത്ത് പോയി ആശാൻ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കും. ചെല്ല്. സാർ പ്ലീസ്, ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന്. ജാമ്യം നിൽക്കേണ്ട കേസാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. എന്നാ പോ. വട്ടന്മാരോട് ഇടപഴകുമ്പം വളരെ സൂക്ഷിച്ചു വേണം. സംശയിക്കണ്ട, വേണുഗോപാൽ തന്നെയാണ്. അല്ല, എന്താ ഇവിടെ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്. വളരെ വൈകിയാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റി. ഇനിയിപ്പോ നമ്മുടെ നാട്ടുകാരെയും ഇഷ്ടപ്പെട്ടവരെയൊക്കെ എപ്പോഴും കാണാമല്ലോ. ഇന്ന് മിഥുനമാസത്തിലെ കാർത്തികയ, വിമലയുടെ ജന്മദിനം. വേണ്ടപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, തനിച്ചാണോ വന്നത്?
അനിയത്തി കുട്ടികള് വീട്ടിലുണ്ട്. എന്റെ പിറന്നാൾ പ്രമാണിച്ച് സദ്യ ഒരുക്കുക. അവരൊക്കെ എവിടം വരെയായി? ഗംഗ PG കഴിഞ്ഞു. യമുന ഡിഗ്രി ഫൈനല്. ഉണ്ണിമായ ഡിഗ്രി ഫസ്റ്റ് ഇയർ. സാറേ വല്ലം തരണേ. കൊടുക്കല്ലേ വേണു. ഇയാള് പാവാന്ന് വിചാരിച്ച് ഞാൻ വല്ലപ്പോഴും വല്ലതും കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ സ്കൂളിന് മുമ്പിൽ നോക്കിയപ്പോ ഇയാള് കുടിച്ച് പൂസായിട്ട് ഇതാ ഇങ്ങനെ കിടക്കുക. ഒപ്പം വിശന്ന് തളർന്ന് 2 കുട്ടികളിരുന്ന് കരയുന്നു. സ്വന്തം മക്കളെ നോക്കാത്ത ഇവറ്റകൾക്കൊന്നും ഒരു വക കൊടുത്തു പോരുത്. ദുഷ്ടൻ. പോടോ, മെയ്യാണെങ്കിൽ പണിയെടുത്ത് മക്കളെ പറ്റാൻ നോക്ക്. പോടോ, മിഴിച്ചു നിൽക്കാതെ. മേലി പരിസരത്ത് കണ്ടുപോരുത് ജന്തു. സോറി വേണു, ഞാൻ പറഞ്ഞതപ്പം കൂടിപ്പോയോ? ഏയ്, ഒട്ടും കൂടിയിട്ടില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇപ്പൊ പിള്ളേർ അടുക്കള മറിച്ചിട്ടിരിക്കുകയായിരിക്കും. താനെന്താടോ ഇവിടെ? സാറിനെ കാണാൻ തന്നെ വന്നത്. ആ ലോണിന്റെ കാര്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ശരിയാക്കിയാൽ മാത്രം പോരാ, പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം. ലോൺ പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം. ആ, അത് ഞാൻ ഏറ്റു. സാറിന് എനിക്ക് വിശ്വസിക്കാലോ? 100% വിശ്വസിച്ചോളൂ. നീ ഇവിടെ 7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിറ്റ ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല, ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ശാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ നാട് വിടാൻ തോന്നി നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല. നീ പറ. എടാ, അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നേ. ആ കുട്ടി തമാശ പറയും, പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല പെണ്ണിന്റെ മനസ്സാ. എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ? ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റോ? ആർക്ക്? പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്കും എന്റെ ഫാമിലിക്കും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. മോൻ വന്നാട്ടെ. വാപ്പച്ചി കൂടെ ഉള്ളപ്പോ എന്തിനാ മോനെ ടിക്കറ്റ്? പിന്നെ അല്ലാതെ. ടിക്കറ്റോ? മോക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബഷീർ കോയാപ്പറമ്പിൽ. ഞാനാ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതറിയാം, പക്ഷേ ഇത് പഞ്ചായത്ത് ഓഫീസ് അല്ലല്ലോ, ഇത് സിനിമാ തിയേറ്റർ അല്ലേ? ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ പടം കാണുന്നത് നിനക്ക് കാണണോ? നിന്റെ ചേച്ചി എവിടെ? ആ വിമല. വിളിക്കടി അവളെ. എടി പൊടിന്നൊക്കെ ഇവരെ വിളിച്ചാ മതി, ഇങ്ങോട്ട് വേണ്ട. പടം തുടങ്ങാൻ സമയമായി, എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യണം. എന്താ ഇവനെ? വിമല വന്നോ? എന്റെ വിമലെ, ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇവിടെ സിനിമ കാണാൻ വന്നതാ. ഓ സന്തോഷം. അപ്പോഴാ നിന്റെ അനിയത്തി ടിക്കറ്റ് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ പൊന്നു സാറേ, 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത ഈ പ്രശ്നം അങ്ങ് തീരില്ലേ? സാറ് കാശിങ് തന്നട്ടെ, ഞാൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാം. 5 പേർക്ക് ടിക്കറ്റ് എടുക്കാൻ ഈ ബഷീറിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിനക്കറിയാവല്ലോ, 2 ആഴ്ച മുമ്പ് ലക്ഷങ്ങൾ പൊടിച്ചാ ഞാൻ എന്റെ മോളുടെ നിക്കാഹ് നടത്തിയത്. എനിക്ക് സൗകര്യമില്ല ഈ തുക്കട തിയേറ്ററിൽ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ. ബാവക്കളെ, നമുക്ക് പോവാം. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്ന? 4 വർത്താനങ്ങൾ പറയാറുന്നില്ലേ? സമാധാനപ്പെട്. സാർ ഒന്നിക്കണേ. സാർ ഒരു മിനിറ്റ് സാർ. പഞ്ചായത്തിന് ടാക്സ് കൊടുത്തും ഭാരം കൂടിയ കറണ്ട് ബില്ല് മുടങ്ങാതെ അടച്ചും വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങൾ ഈ തുക്കട തിയേറ്റർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും ഒരു സൗജന്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ പ്രത്യേകിച്ചും തിരക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേട്ടോ? വേണ്ട, ഇനി നിന്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട. പക്ഷെ നീ ഒന്നോർത്തു, താമസിയാതെ നീ അറിയും.
കണ്ണു പൊട്ടുന്ന രണ്ട് ചീത്ത വിളിക്കണായിരുന്നു. ചീത്ത കേൾക്കാനും വേണ്ട അയാൾക്കൊരു അന്തസ്. അത് ശരി. നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. ചെല്ലേ. ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. ഇനി മോൾ ഇത്തിരി ചൂട് കഞ്ഞി കുടിക്ക്. പനി മാറണ്ടേ? ഡോക്ടറെ കാണാൻ പോയാ ഇഞ്ചക്ഷൻ എടുക്കുവേ. ചേച്ചി പറഞ്ഞ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരോ? ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്കാ. ജോലിക്ക് പോണോന്നങ്ങ് ഉറപ്പാക്കി. ഞാൻ ജോലിക്ക് പോയാ ചേച്ചിക്ക് ഒരു ആശ്വാസമല്ലേ? പിന്നെന്താ? അതൊന്നും അല്ല ചേച്ചി. മാസാമാസം അവൾക്ക് ശമ്പളം കിട്ടുമ്പോ പുതിയ ചുരിദാറുകൾ മേടിക്കാമല്ലോ. അതാ ജോലിക്ക് പോണോന്ന് ഇത്ര നിർബന്ധം. നീ പൊടി. അയ്യടാ, നീ വലിയൊരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ആള്, ഞങ്ങള് വെറും അടുക്കള ഏജൻസിയുടെ ആളോ? ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. പോടി എവിടെ പോ. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാ അല്ലേ ചേച്ചി? അതെ അതെ, സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് ചേർത്ത് വന്നേ. ഇതെടുത്തു നോക്കോ. ഡി നീ ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും വെച്ചിട്ടുണ്ട്, എടുത്തോട്ട് കൊടുക്കാം. ചൂടുമില്ല പനിയില്ല, കോളേജിൽ പോവാതിരിക്കാനുള്ള തന്ത്രമല്ലേടി. ഇങ്ങോട്ട് എഴുന്നേറ്റ് വണ്ടി. പനിയും പിടിച്ചിടക്കുന്നതിന്റെ കൊച്ചിനൊന്നും ചെയ്യരുത് കേട്ടോ. അല്ലേലും ഉണ്ണിയാ ചേച്ചിയുടെ ചെല്ലകുന്തം. ആണ് ആണ് ആണ്. ഇടമ്മയോ? വിമലേ വേഗം വാ, പുറത്ത് പോലീസുകാർ വന്നിരിക്കുക. പോലീസോ? സ്വാമിനാഥനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എസ് ഷോ നിർത്താനൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? എനിക്കറിയത്തില്ല. ദൈവമേ, ഇത് വലിയ പുലിവാലായല്ലോ. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, അകത്ത് വയ്ക്കോ. ഇങ്ങോട്ട് മാറി നിക്കടാ. ഇങ്ങോട്ട് നിക്കടാ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണോ? അതെ സാറേ. എന്നാ ഊതിക്കേ. ഊതാൻ പറഞ്ഞപ്പോ കൂവി മനുഷ്യനെ പേടിപ്പിക്കാണോ നീ? സോറി സാർ, ഊതാൻ അറിയില്ല, കൂകിയേ പരിചയമുള്ളൂ. തിയേറ്റർ അല്ലേ, അതാ. ജീവിതകാലം മുഴുവൻ നീ കൂവണ്ട വരും. എനിക്ക് കൂണോ സാറേ? വേണ്ട ചേച്ചി. എന്താ സാർ പ്രശ്നം? 4 ലേഡീസ് നിങ്ങളാണോ സീനിയർ? അതെ. അയ്യോ, എന്റെ പെങ്ങളെ കണ്ടാ പറയില്ലല്ലോ ഇങ്ങനൊക്കെ ചെയ്യുന്നു. എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാർ കാര്യം പറ. ഓണർ പെങ്ങളായ സ്ഥിതിക്ക് ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഇതെന്താടാ? ടിക്കറ്റ് കുറ്റിയാ സാറേ. അല്ലാതെ സമ്മാന കൂപ്പണൊന്നും അല്ലല്ലോ? അല്ല സാർ. ഇതുപോലുള്ള ടിക്കറ്റ് കുറ്റി പ്രസിന്ന് പ്രിന്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൂടെ അങ്ങോട്ട് വെക്കും അല്ലടാ? അതെ സാർ. അല്ല, പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദിവസവും സീൽ ചെയ്ത ടിക്കറ്റുകൾ മാത്രമേ ഇവിടെ ഞങ്ങൾ കൗണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അത് നിയമം ലോ. അത് നിങ്ങൾ തെറ്റിച്ചോണ്ടാണല്ലോ പാവം പോലീസുകാരായ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ചേട്ടാ, ഞങ്ങളൊരു നിയമം തെറ്റിച്ചിട്ടില്ല സാർ. നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓഹോ, അപ്പൊ നിയമാനുസൃതമല്ലാത്ത ഈ പണി എന്നാ ഇവിടെ തുടങ്ങിയത്? കുറെ കാലമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ സർക്കാരിനെ വെട്ടിച്ച് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സാർ, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം സാർ. ഒരു തിരുമറിയും നടത്താതെയാ ഞങ്ങൾ ഈ ടാക്കീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുറത്ത് പല അലവലാദികളും പലതും പറയും. സാർ അത് വിശ്വസിക്കരുത്. അയ്യോ, ഒരിക്കലും ഇല്ല. പെങ്ങളെ, ഇതിലെവിടെയാണ് പഞ്ചായത്തിന്റെ സീല് പതിപ്പിച്ചിരിക്കുന്നത്? ഒന്ന് കാണിച്ചേ. പിന്നെ ദേ ഇതിലും സീലില്ല. പിന്നെ എങ്ങനെയാണ് പെങ്ങളെ ഇത് നിയമാനുസൃതമാകുന്നത്? ഒന്ന് പറയൂ പെങ്ങളെ. സാർ, ഇത് ഞാൻ അറിയാതെ നടന്നിട്ടുള്ളതാണോ? ഇതിലെന്തോ ചതിയുണ്ട് സാർ. സീലില്ലാത്ത ഒരു ടിക്കറ്റും ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാരോ മനഃപൂർവ്വം. നാക്കുകൊണ്ടുള്ള അഭ്യാസം ഒന്നും ഇനി വേണ്ട. അതും SI അമ്മിണിരാജിന്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്നുള്ള പരാതി കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ കൗണ്ടറിൽ നീ തെണ്ടിയുടെ നീ തൊണ്ടിയും കിട്ടി. അപ്പൊ നിയമാനുസൃതമായി എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണ്ട പെങ്ങളെ? അയ്യോ സാർ, നോക്കി നിൽക്കാതെ പോയി ഷോ ഓഫ് ചെയ്യണം. ചേച്ചി സാർ, പ്ലീസ് ഷോ നിർത്തരുത്. നിയമപരമായിട്ടുള്ള എന്ത് നടപടിക്കും ഞങ്ങൾ സഹകരിക്കാൻ സാർ. പറഞ്ഞത് കേട്ടില്ലേ? പോയി പ്രൊജക്ടർ ഓഫ് ചെയ്യണം. അല്ല സാറേ, അത് ഞാൻ ഓഫ് ചെയ്തത്. അയ്യോ സാർ, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കല്ലേ സാർ, പ്ലീസ് സാർ. അയ്യോ, ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം മര്യാദയ്ക്ക് സംസാരിച്ചത്. എന്റെ തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുത്. ദേഷ്യം ഞാൻ ഒരു പുലിയാണ്, ചീറ്റപ്പുലി. സാർ, ഷോ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. അയ്യോ വേണ്ട, സമയം പോലെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. കൂടുതൽ പ്രസംഗിക്കാതെ പോയി ജീപ്പിക്കാൻ മകളെ, എനിക്ക് ഇവിടെ പണിയുള്ളതാ. എന്നെ പൊന്നു സാറെ, ദൈവത്തെ ഓർത്ത് വിമല ഇപ്പൊ കൊണ്ടുവരുത്. ആരോ കരുതി കൂട്ടി ചെയ്തതാ. അതൊക്കെ ഓരോ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണം. പിടിച്ചു കയറ്റാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇന്ന് കരയാൻ ജീപ്പിക്കാനാ. ഈ അമ്മിണിരാജിന്റെ അടുത്താണ് കളി. ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നത്? മനോഹരമായ ഈ കാഴ്ച കാണാൻ മുതലാളി എവിടെയാണാവോ? ചേച്ചി, അങ്ങോട്ട് മാറി നിൽക്കാൻ.
ഇന്നൊരു ആഘോഷത്തിന് ദിവസം. അങ്ങനെ എന്റെ മുതലാളിയുടെ അന്ത്യാഭിലാഷം ചിരകാല അഭിലാഷം മഹാരാജ ടാക്കീസ് പൂട്ടിച്ചു. അത് മാത്രം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ വിമലെ പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ചെയ്തില്ലേ. ഇനി എനിക്ക് സമാധാനമായിട്ട് ഒരെണ്ണടിക്കണം. പക്ഷേ അതിന്റെ എല്ലാ ക്രെഡിറ്റും ബഷീർ. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് ഇറക്കി വിടുന്ന മാതിരിയല്ലേ മുതലാളി അവളന്മാരെ ഓടിക്കാനായിട്ട് ആൾക്കാരെ ഇറക്കിയത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. പക്ഷെ ബഷീർ സാറ് ഒറ്റ ദിവസം കൊണ്ടല്ലേ പണി പറ്റിച്ചത്. തന്നെ ഞാനിവിടെ നിർത്തി ഒരു MLA ആക്കി തെക്കോട്ട് വിടുന്നുണ്ട്. മുതലാളി പറഞ്ഞതാ. തെക്കോട്ട് എടുക്കൂന്ന് പറഞ്ഞാ തെക്കോട്ട് എടുത്തിരിക്കും. ഇനി സമാധാനമായിട്ട് എനിക്ക് ഒരെണ്ണം അടിക്കണം. മുതലാളിക്ക് അറിയോ, ടാക്സ് വെട്ടിച്ച കേസിൽ അടച്ചുപൂട്ടി ഒരു തിയേറ്ററും കേരളത്തിൽ ഇന്നേ വരെ തുറന്നിട്ടില്ല. ഉറപ്പാണോ? പിന്നെ 916 ഉറപ്പ്. പലതും പൂട്ടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സ്വന്തം അപ്പന്റെ റേഷൻ കട വരെ പൂട്ടിച്ചവനാ ഈ തോമസ്, അറിയോ? പിന്നെ എനിക്ക് ഒരെണ്ണം അടിക്കണം. ആ കോപ്പൻ സെക്രട്ടറി വല്ലതും? ഏത് സെക്രട്ടറി? എന്ത് സെക്രട്ടറി? പഞ്ചായത്തിലെ ഒരു ഫയലും ഞങ്ങളെ വിചാരിക്കാതെ ഒരടി പോലും നീങ്ങില്ല. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളാ, അല്ലാണ്ട് സെക്രട്ടറി അല്ല. കൂടാതെ ഞാൻ അസോസിയേഷൻ ആളും കൂടിയാണ്. എനിക്ക് ഒന്നുകൂടി അടിക്കണം. തീർന്നു പോകട്ടെ ആള്. എല്ലാം തകർന്നു നിൽക്കുന്നതിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നത് ഈ പാപ്പച്ചന്റെ ഒരു ഹോബിയാ. എനിക്ക് അവളെ ഒന്ന് കാണണം, ആ വിമലെ. എനിക്കും. നമ്മൾ ആരോടും ഒന്നിനും ചെല്ലുന്നില്ലല്ലോ, പിന്നെന്തിനാ എല്ലാരും നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് ആരുമില്ല. ആരുമില്ലെന്ന് ആരാ മക്കളെ പറഞ്ഞേ? നമുക്ക് ഈശ്വരനുണ്ട് കൂട്ടിന്, വിഷമിക്കണ്ട. ഇപ്പൊ ടാക്കീസ് പൂട്ടിച്ചവരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും. സന്തോഷിക്കട്ടെ. നമ്മളോട് ചതി ചെയ്തവരെ ദൈവം വിടില്ല മക്കളെ. എന്താ ഇതൊക്കെ? എന്റെ കർത്താവേ, എന്തിനാ ഇതുങ്ങളെ എങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് ആപത്ത് വന്നാലും ഞാനും പാപ്പച്ച മുതലാളി കൂട്ടിനില്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ? അല്ല ഞങ്ങൾക്ക്. ഞാൻ അന്വേഷിച്ചിടത്തോളം കേസിന്റെ ഇപ്പോഴത്തെ ഗതി അനുസരിച്ച് ടാക്കീസ് ഇനി തുറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അഴിമതി, നികുതി വെട്ടിപ്പ് തുടങ്ങിയ വലിയ കുറ്റങ്ങള്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, മുതലാളിയുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് പുഷ്പം പോലെ ഒതുക്കി തീർക്കാൻ മുതലാളിക്ക് പറ്റും. പക്ഷെ അതിന് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. എന്റെ പൊന്നു മോളെ, മനസമാധാനമില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ നശിച്ച ടാക്കീസ് ആർക്കെങ്കിലും വിറ്റ് തൊലച്ചൂടെ? ഇനി വാങ്ങാൻ ആളില്ലെങ്കിൽ മുതലാളി വാങ്ങിച്ചോളൂ. ഇറങ്ങടോ, ഇറങ്ങാന്. ചേച്ചി ഇയാളോട് പറഞ്ഞാ മനസ്സിലാവും. ഇറങ്ങിക്കോ മുതലാളി. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നെഞ്ചത്തറിയുന്ന പൊങ്കാലിടുവാണോ? അപ്പൊ ഞങ്ങളുടെ സഹായം വേണ്ട. സഹായം പോലും എന്നാ കേട്ടോ, നിനക്കിതൊക്കെ വന്നാ പോരടി. എനിക്ക് ഈ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഈ ടാക്കീസ് തുറപ്പിക്കില്ലടി. ഞാനാ പറയണത്. ഞാനോട് കൂടിയാ പറയുന്നത്. ചായക്കട ഞാൻ കത്തിക്കും. നിങ്ങൾ അടുത്ത ആഴ്ച വന്നാ മതി. എന്തോ പത്രത്തിലുണ്ടായിരുന്നോ? എടോ, മന്ത്രിസഭ എന്തെങ്കിലും തീരുമാനിച്ച അത് നടത്തണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാ, മനസ്സിലായില്ലേ? ഏതവനാ സാറേ? എടോ, ആ ഗോപാലകൃഷ്ണൻ. ഓ, കഴിഞ്ഞ മഴക്കാലത്ത് അവന്റെ വീട്ടിലെ പശു തെങ്ങ് വീട് ചത്തിലിടോ. അവന് സഹായം വേണോന്ന്. എന്ത് സഹായം? ഇതെന്താ പണ്ടാരോളൂ. നമ്മളെ കാണേണ്ട വിധം കണ്ടാലേ ഫൈന് നീങ്ങൂ. അതിന്റെ ശരി. സമതം തോമസ് ഒന്ന് നിൽക്കണം. മഹാരാജ ടാക്കീസിൽ ഇവിടുന്ന് സീൽ ചെയ്യാത്ത ഒരു ടിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താണ് പഞ്ചായത്ത് ഓഫീസിനും ടാക്കീസിനും ഇടയിൽ സംഭവിച്ചത്? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അപ്പൊ പോലീസിന് പെറ്റീഷൻ കൊടുത്ത ആരാണ്? അത് സെക്രട്ടറിയായ ഞാനല്ല. എന്റെ അറിവോടെ എല്ലാ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഞാൻ ലീവായിരുന്ന ദിവസം തന്നെ അത് ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണ്? നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഹലോ, വേണു സാറോ? നമസ്കാരം. ഞാൻ വീട്ടിലുണ്ട്. യത്തീംഖാനയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താണ് സാർ, കോളോ? എന്നാ ഞാൻ വരുന്നു. ഒരു 5 മിനിറ്റ്. ഓക്കെ സാർ. പടച്ചോനെ, ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. പോകാം. എടി, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? അപ്പൊ യത്തീംഖാനെ പോണ്ടേ? എടി, സെക്രട്ടറിയാ വിളിച്ചത്. ഒരു കോൾ എത്തു വന്നിട്ടുണ്ട്. പഠിച്ചോനെ, ഇക്കാക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും തടയണേ. വിളിച്ചു വരുത്തിയിട്ട് ഗുണ്ടായിസം കാണിച്ചാലുണ്ടല്ലോ, പഞ്ചായത്തിലെ കൊണാപ്പനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വേണ്ട, അതിനെ കാണിച്ചിട്ടൊന്ന് കുരയ്ക്കുന്നുണ്ടോ? മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ ആക്ഷേപിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ. തോമസേ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നോ രക്ഷ.
എല്ലാം കൈവിട്ടു പോയി പ്രസിഡന്റെ. ഇപ്പൊ മനസ്സിലായോ ആ കുടുംബത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്? എന്റെ പൊന്നു സാറേ, എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പുറത്താരും ഇതറിയരുത്. ഇനി ഒട്ടും വൈകിക്കണ്ട. കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കണം. വണ്ടിയറോ കേട്ടോ വേണു സാറേ, കൃത്യസമയത്ത് സാർ ഇടപെട്ടുകൊണ്ടാണ് ആ വിമലക്ക് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസ് അവർക്ക് പ്രതികൂലമായിട്ട് മാറിയാനെ. ഒരു മിനിറ്റ്, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ. കുറെ നാളെ നീ മുട്ടുകാലൊക്കെ പ്രവർത്തിച്ചിട്ട്. താങ്ക് യു സർ. താങ്കളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എങ്ങനെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് കേസ് തെളിയിക്കുമ്പോഴേക്കും വരത്തില്ലേ ഒരവകാശ കമ്മീഷന്മാര്. അത് നേരെ. പക്ഷെ ഈ എസ് ഐ അമ്മണി രായന്റെ അടുത്ത് ഒരു പണി നടക്കില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, ചീറ്റപ്പുലി. ഞാൻ പുലിയാന്ന് എല്ലാരും പോവോ. ബഷീർ അവിടെ നിൽക്കേ, പോവാൻ വരട്ടെ. സാർ ഇറങ്ങിക്കോളൂ. സാറിന് ഞാനൊരു കാർഡ് തരല്ലേ? അതുണ്ടോ? ഉണ്ടോ, എന്തിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓ ശരി. ഞാൻ തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ അതോ? വേണ്ട സാറേ, വേണ്ട. എന്നാ കുറച്ച് ചിക്കന് മുടക്കേണ്ടി വരും. മുടക്കാം, എത്ര വേണേലും മുടക്കാം. സത്യം. വേദനൊന്നും എടുത്തില്ലല്ലോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായി. എന്റെ കർത്താവേ, ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോള് തടയുന്നത്. നിനക്ക് സ്തുതി. ഇന്ന് ഞാനൊരു ഫുൾ മെഴുകുതിരി കത്തിക്കും. സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വേണു. നമ്മൾ തമ്മിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത എന്റെ കടമയാണ്. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. വേണു പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എത്ര നാൾ? എനിക്കറിയില്ല വേണു. അനിയത്തിമാർക്കൊരു ജീവിതം, അത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. വേണുവിന് വേണം ഒരു കുടുംബം, കുട്ടികൾ, എല്ലാം. നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണു എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ചെല്ലട്ടെ വേണു, സമയമായി. ഒരു നിമിഷം. ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല ആ മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും, എത്ര വൈകിയാലും ആ മനസ്സിലെ തീരുമാനം മാറ്റാൻ തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ. സ്വാമിനാഥൻ എന്ന യുവ പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ നോട്ടീസ് അവിടെ തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ദിവസേന വർണ്ണശബളമായ 3 പ്രദർശനങ്ങൾ. മുതലാളി പടക്കം പൊട്ടിച്ചത് വെറുതെയായി. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവളുമാരി ടാക്കീസ് തുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കഴിവേറി ബഷീർ ഇങ്ങനെ മലക്കം അറിയുമെന്ന് ആരറിഞ്ഞു? അനൗൺസ്മെന്റ്. നയന മനോഹരമായ സ്ക്രീനിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. മുതലാളി, നമ്മൾ ഈ സമയത്ത് കണ്ടുകഴിഞ്ഞാൽ ആകെ നാണക്കേടാ. മുതലാളി കാറിനകത്ത് കയറിയുന്നു. കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ഞാൻ കാറിൽ കയറിയിരിക്കാം. ഞാനും കൂടി. അടക്കല്ലേ. തടസ്സങ്ങളും അവിഖ്യാതികളും മറികടന്ന് ശത്രുക്കളുടെ നാവടക്കിയും പാപ്പച്ചന്മാരുടെ മുനയൊടിച്ചു. മഹാരാജ ടാക്കീസ് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. കാണാൻ വരുന്നവരുണ്ടെങ്കിൽ പോരടാ. നോട്ടീസ്. ആണത്തമില്ലാത്തവന്മാരെ, പെണ്ണുങ്ങളോട് പടവെട്ടാൻ വരുന്ന 2 കെട്ടവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങളുടെ തല കൊയ്യാനായി ഇതാ പോക്കിരി രാജ എത്തുന്നു. താടി വെച്ചവന്മാരും താടി വെക്കാത്തവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവന്മാരും കേൾക്കാൻ വേണ്ടി പറയാം. പോക്കിരി രാജ, പോക്കിരി രാജ, പോക്കിരി രാജ. മതി തൃപ്തിയായി. വിട്ടോ. ഇന്ന് മുതൽ മഹാരാജ കണ്ട പരസ്യമായിട്ടല്ലേ കോളാമ്പിക്കുടി മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞവൻ കളിയാക്കിയത്. അത് അവളുമാർ അവനെ കൊണ്ട് പറയിക്കുന്നതാ. പക്ഷെ ഞാനാരാ മോൻ? അവളുമാർക്കിട്ടൊരു വലിയ വെടിമരുന്നിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഇനി 1-2 മാസത്തേക്ക് ഏത് രാജ കളിച്ചാലും കാണാൻ ഒരു കുഞ്ഞു പോലും ആ ടാക്കീസിലേക്ക്. അതെന്താ മുതലാളിയാണ് ടാക്കീസ് നടത്താൻ പോണത്? എന്റെ സ്ഥലത്ത് എന്റെ ചെലവിൽ ഓപ്പൺ എയറിൽ നാട്ടുകാർക്ക് മൊത്തം ഓസിന് കാണാൻ നാളെ മുതൽ ആരംഭിക്കുന്നു പുന്നപ്ര ശിവന്റെ നേതൃത്വത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമല ലോക്കൽ സർക്കസ്. കമലും ലോക്കറ്റും? കമൽ ലോക്കറ്റൊന്നും അല്ല, പിന്നെ കമല ലോക്കൽ സർക്കസ്. കമല ലോക്കൽ സർക്കസ്. ബോർഡ് തൂക്കിയാലും ഇല്ലെങ്കിലും ആരും ഇങ്ങോട്ട് കയറത്തില്ല. നേരിട്ട് ഗോഷ്ഠി കാണാൻ സൗകര്യമുള്ളപ്പോ എന്തോന്നിനാ സിനിമ? റോഡ് മുഴുവൻ കമല സർക്കസുകാരുടെ പോസ്റ്ററാ. എല്ലാം നമ്മുടെ പോസ്റ്ററിന് മീതെ ഒട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാ നമ്മൾ എന്ത് ചെയ്യും വിമലെ? സർക്കസുകാർ 1-2 മാസം കൂടെ ഉണ്ടാവുമെന്നാ കേൾക്കുന്നത്. മുതലാളി എന്റെ ദൈവമാ. കഴിഞ്ഞ ആഴ്ച
ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്ത് വേലക്ക് പോണെന്നൊരു എത്തും പിടിയില്ലാതെ നിൽക്കുമ്പോഴാണ് എന്റെ മുതലാളി ഈ പണി എന്നെ ഏൽപ്പിച്ചത്. ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ശിവ? ആളെങ്ങനെ ഉണ്ടായിരുന്നെന്നാ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം റിലീസ് ചെയ്യുമ്പോ ഉണ്ടാകുന്ന ആളില്ലേ, അതിന്റെ ഇരട്ടിയായിരുന്നില്ലേ? സംഭാവന പിരിക്കണ്ടെന്ന് മുതലാളി പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ പാത്രം നിറയെ ചൊള വീണേനെ. ആണോ? പിന്നല്ലാണ്ട് ഷോ കാണാൻ ആളില്ലാണ്ട് ടാക്കീസ് പൂട്ടിയിട്ട് ഒന്നല്ല 2 ഷോ നടന്നില്ല. ഇങ്ങനെ പോയാൽ അവളന്മാരുടെ കാര്യം കട്ട പോകാം. അപ്പൊ എന്റെ കണക്കുകൂട്ടൽ പഴച്ചില്ല. 1-2 മാസം ആളില്ലാതെ ടാക്കീസ് പൂട്ടിയിട്ട് അവളുമാർ അവിടെ ഈച്ച അടിച്ചിരിക്കും. മുതലാളി, എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസ് മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് വിളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമലി ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ ഞാൻ മുതലാളി, ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്ക് കൊണ്ടുവരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയുവോ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? പാവം മുതലാളി. കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനൊരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ? ജോലി 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 പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ വായിട്ടലപ്പിക്കുന്നേ? ചേച്ചി, എന്നാലും ഒരെന്നാലും ഇല്ല. ഓരോ ദിവസവും ടിവിയിലും പത്രങ്ങളിലൊക്കെ എന്തൊക്കെ വാർത്തകളാ വരുന്നത്. ബസ്സിൽ പീഡനം, ട്രെയിനിൽ പീഡനം. പെൺപിള്ളാരെ പുറത്തേക്ക് വിടാൻ തന്നെ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പേടിയാ. എന്തിന്? സ്കൂളിൽ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കൊച്ചിനെ വിടാൻ പോലും പേടിക്കുന്ന കാലമാ. പിന്നെങ്ങനാ? അതുകൊണ്ട് തൽക്കാലം എന്റെ മോള് ജോലിക്കൊന്നും പോണ്ട. ചേച്ചി, ഇത് UK ഒരു കമ്പനിയുമായി ടൈപ്പുള്ള സ്ഥാപന. തന്നെയോ അല്ല, ചേച്ചി കരുതുന്ന പോലെ എല്ലാ ജോലി സ്ഥലത്തും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടെ പോയാലും നമ്മൾ നമ്മളെ സ്വയം ശ്രദ്ധിച്ചാ മതി. അതൊക്കെ ശരി തന്നെ, എന്നാലും വേണ്ട, ശരിയാവൂല. പാർലമെന്റിൽ പുതിയ വനിതാ ബില്ല് പാസാക്കിയത് ചേച്ചി അറിഞ്ഞില്ലേ? ഏത് ജോലി സ്ഥലത്താണേലും ഇനി ഒരുത്തന്നെ വിളച്ചിൽ സ്ത്രീകളോട് നടക്കില്ല. നടന്നാലേ അപ്പ വിവരം അറിയും. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനാ വല്ലപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കണമെന്ന് പറയുന്നേ. അതെ, എത്ര ബില്ല് ആരൊക്കെ എവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി പാസാക്കിയെന്ന് പറഞ്ഞാലും ശരി, ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചേച്ചി, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ പൊന്നു ചേച്ചി, വെറും 8 വേക്കൻസിക്ക് വേണ്ടി 200ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നേ. അതിൽ നിന്ന് ഇന്റർവ്യൂന്ന് വിളിക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യമല്ലേ? ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടണമെന്നില്ല. എനിക്കും അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം എല്ലാവരോടും പറയാ, ഈ കാര്യം മേലിലൂടെ പറയരുത്. മനുഷ്യൻ മനസ്സമാനാ പ്രധാനം കേട്ടാ. ജോലി സ്ഥലത്തൊക്കെ കുഴപ്പമത്രേ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ആരും ജോലിക്ക് പോകുന്നില്ലേ? എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കാ. പെരുന്തച്ഛന്റെ സ്വഭാവം വേറെ ആരും. പോടി അവിടുന്ന്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മനസമാധാനത്തോടെ ഒരു സിനിമ കാണാൻ സമ്മതിക്കില്ല. ശല്യങ്ങള്. ഗൗരി ചേച്ചി, എന്താ എന്തു പറ്റി? കാണുന്നില്ലേ? നല്ല സിനിമയാണല്ലോ. ഞങ്ങള് പോവാ വിമലെ. ഞങ്ങൾക്ക് സിനിമയും കാണണ്ട, ഒന്നും കാണണ്ട. ആഭാസന്മാര്. അയ്യോ, നിക്ക്, പോവാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, നിങ്ങൾ 4 ആള് ഒന്ന് പുറത്തേക്ക് വരുമോ? എന്തിനാ? അല്ല, ഒരു കാര്യം പറയാനായിട്ടാ. വന്നാട്ടെ സാർ, വരൂ. എന്താ കാര്യം പോയി നോക്കില്ല. വരാം മോളെ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ്, ഇത്തിരി തമാശയൊക്കെ ആവാം. പക്ഷെ കാണാൻ വരുന്ന മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന മോശമല്ലേ? ഓ, വരട്ടെ വരട്ടെ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടല്ലേ പടം കാണാൻ വരുന്നേ. അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ. വലിയ കെട്ടിലമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്ന് TV കണ്ടാ പോരെ. തിയേറ്ററിലാവുമ്പോ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അതെ, ഞാൻ ഈ പ്രായം മുതൽ ടാക്കീസ് നടത്താൻ തുടങ്ങിയതാ. വെള്ളം അതുകൂടെ ചെലവാകത്തില്ല. പോടാ. അല്ല പിന്നെ നാളെ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാനും വരാം.
അപ്പൊ നാളെ കാണാം. ഓക്കെ. ആ ഭരതന്റെ വാക്കും കേട്ട് പാപ്പച്ചൻ മുതലാളിക്ക് വേണ്ടി വിമലയോട് ഉടക്കാൻ പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നാലും അവള് ചാടിക്കേറി അടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലെ ഞാൻ അവൾ എന്റെ വലയിൽ തന്നെ വന്ന് ചാടും. അല്ല പിന്നെ ദേ നോക്കിയേ ആരാ വരുന്നെന്ന്. നിന്റെ ചേച്ചി എന്റെ കവളിൽ നിന്ന് തല്ലി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ നൊമ്പരം മാറണമെങ്കിൽ നീ വിചാരിക്കണം, ഈ സുന്ദരിക്കുട്ടി ഇവിടെ ഒരു ഉമ്മ അത്രേ വേണ്ടു. ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയേ കൊള്ളാമായിരുന്നു. വേഗം ധൃതി വെക്കാതെ അവള് തരും. ആ നിന്നോടാ പറഞ്ഞേ. ഇങ്ങോട്ട് മാറുന്നില്ല എന്താ? അവനടിക്കട്ടെ. കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി മോൻ വീട്ടിൽ പോ. മോള് പേടിക്കണ്ട, ഇനി മോളെ ആരും ശല്യപ്പെടുത്തത്തില്ല. കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇതെങ്ങാനോ ആ വിമല അറിഞ്ഞാണ്ടല്ലോ ഓടിക്കും നിന്നെ. നീ എന്താ വിമലയെ കുറിച്ച് കരുതിയത്? വിമലയുടെ എല്ലാമാണ് ആ കുട്ടി. സ്വന്തം ജീവിതം വരെ വേണ്ടെന്ന് വെച്ചിട്ടാ അവൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വിമല ഈ വീടിന്റെ പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് നിർബന്ധ. അതല്ലാന്ന് വെച്ചാൽ നിനക്ക് പോകാം. നിന്റെ സ്നേഹം സിൻസിയർ ആണെന്ന് എനിക്കറിയാം. ഊമയാണെന്നറിഞ്ഞിട്ടും നീ നിന്റെ നിലപാട് മാറ്റിയില്ലല്ലോ. നീ പറയാറുള്ള ബാങ്ക് ഏതാണെന്ന് എനിക്ക് ഇപ്പൊ പിടിയിട്ടു. അവിടുന്ന് നിനക്കൊരു ലോൺ സംഘടിപ്പിച്ചു തരാമോന്ന് ഞാനൊന്ന് ശ്രമിക്കാം. പക്ഷേ കാത്തിരിക്കേണ്ടി വരും. വേണു, എന്താ വേണു, എന്താ ഉണ്ടായേ? എന്ത്? എന്റെ ഉണ്ണി അവരെന്താ ചെയ്തത്? അതോ, ആ പിള്ളേരുടെ ഒരു തമാശ. നമ്മുടെ ഉണ്ണിമായി ഇങ്ങോട്ട് വരുമ്പോ അവന്മാരെന്തോ ഒരു കമന്റ് പറഞ്ഞു. എന്റെ അമ്മോ, ഉണ്ണിമായ ശരിക്കും അവന്മാരെ വിരട്ടിക്കളഞ്ഞില്ലയോ? പോരാഞ്ഞിട്ട് ഒരുത്തന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. വിമലയുടെ അല്ലേ അനിയത്തി. ഇതൊന്നും അല്ല രസം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവന്മാരെ ശരിക്കും അങ്ങ് പെരുമാറുകയും ചെയ്തു. ദേ, ആ പ്രശ്നം അതോടെ അവസാനിച്ചു. ഇനി വെറുതെ കുത്തിപ്പൊക്കരുത്. വിമല പോയട്ടെ. ശരി. ഓ, രക്ഷപ്പെട്ടു. അവിവാഹിതരായ ആരെയും കാണുന്നില്ലല്ലോ. ആ, ഇനിയിപ്പോ ഞാനറിയാതെ എല്ലാരും കല്യാണം കഴിച്ചങ്ങ് പോയോ? രാവിലെ വടക്കവശത്ത് കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് നല്ലൊരു കോൾ ഉണ്ടെന്ന്. അതെ, നല്ലൊരു കോളുമായിട്ടാണ് ഈ കമലാസൻ വന്നിരിക്കുന്നത്. ആർക്കാ? ഗംഗയ്ക്കോ യമുനയ്ക്കോ? അതെ, ഗംഗയായാലും യമുനയായാലും പെരിയാറായാലും കരമനയാറായാലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. കണ്ണു വെക്കില്ലേ എന്റെ ചേട്ടാ? എനിക്ക് കണ്ണു വച്ചല്ലേ പറ്റൂ. എന്നാ കേൾക്കട്ടെ. ആലോചിക്കാൻ മറട്ടെ. ആദ്യം ശമ്പള പരിഷ്കരണം, എന്നിട്ട് മതി കല്യാണാലോചനയൊക്കെ. ഞങ്ങൾ സീരിയസ് ആയ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോ വെറും ഒരു പണിക്കാരനായ നീ വന്ന് തമാശക്കല്ലേ? തമാശയൊക്കെ പറയാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു അരമണിക്കൂർ തരാം നിന്റെ മിമിക്രി ഷോ കാണിക്കാൻ. നിർത്തണോ? 10 പറ്റ പെണ്ണുങ്ങളുടെയും 5 കെട്ടി ആണുങ്ങളുടെയും കല്യാണമല്ല താൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. എന്നെ തന്തയ്ക്ക് വിളിച്ചാലും ഞാനങ്ങ് ക്ഷമിക്കും കേട്ടോ. പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. എന്താടോ ഓണോ? കണ്ടകശനി നിൽക്കുമ്പോ ശുഭകാര്യങ്ങൾ പറയാൻ പാടില്ല. എന്റെ ചോദ്യത്തിന് ചേച്ചി മറുപടി പറഞ്ഞില്ല. ഓ, ഇത് പറയാനാണോ സ്വാമി രാവിലെ കുറ്റിമറിച്ചോണ്ട് പോകുന്നത്? അതെ.
വരട്ടെ, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടേ ഞാൻ ആ പഴയ 4000 തന്നെ നിൽക്കുക. സമയം കൊണ്ട് മാറി നിൽക്കുന്ന എന്നാ കളിയാക്കുവാണോ? അതുകൊണ്ട് എനിക്ക് ശമ്പള പരിഷ്കരണം അനിവാര്യമാണ്. എനിക്ക് കൂട്ടി തന്നാ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ടാക്കീസ് ഇട്ടിട്ട് പാട്ടിന് ഓ, സമാധാനമായി. ടാക്കീസ് അടഞ്ഞു കിടന്നാലും വേണ്ടില്ല, നീ പോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചി ഈ ചൂലൊന്ന് പിടിച്ചേ. ചേച്ചി ചൂല് വെച്ച് എത്ര വേണേലും എന്നെ അടിച്ചു. ഞാനിവിടെ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടോളാം. പക്ഷെ ഷോ ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന മഹാരാജ ടാക്കീസിന്റെ ഗേറ്റ് വന്ന് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതാ. അത് നേരെ സ്വാമിയേട്ടും പറഞ്ഞതാ. ഓഹോ, എന്റെ കൊച്ചേ, എന്റെ വായിന്നൊരു ചെറിയ അബദ്ധം ചാടിയെന്ന് കരുതി ഇങ്ങനെ കയറി മേളായിക്കല്ലേ. ഞാൻ ശമ്പളം കൂട്ടി ചോദിച്ചില്ലാലും അടുത്ത മാസം തൊട്ട് ചേച്ചി എനിക്ക് ശമ്പളം കൂട്ടി തരുമെന്ന് എനിക്ക് അറിയാം. ഈ വിമല ചേച്ചി ആള് ഭയങ്കര, എല്ലാം ഒളിപ്പിച്ചു വെക്കും. സമയമായി മാറ്റിയുടെ. ശരി. ഓ, രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ ടാക്കീസ് അടിച്ചു വരുന്നതിനിടയില് നോക്കിയപ്പോ 4 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആര്? ആ ചക്കിപ്പൂച്ച 3 കുഞ്ഞുങ്ങളും. അത് പിന്നെ വന്നു. ഞാൻ ഓടിച്ചു വിട്ടായിരുന്നല്ലോ. എത്ര തവണ നമ്മൾ അടിച്ചോടിച്ചാലും ആ ചക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ വരും. കുഞ്ഞുങ്ങളെ നമ്മള് കാണാതെ ഒളിപ്പിച്ചു വെക്കാനേ ആ ചക്കിക്ക് വലിയ വിരുദ. അതുപോലൊരു ചക്കിപ്പൂച്ച ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഉണ്ണിമായല്ലേ ചേച്ചി ഉദ്ദേശിച്ചേ? മിണ്ടാപ്പൂച്ചയാണല്ലോ കാലം അടയ്ക്കുന്നത്. എന്റെ ഉണ്ണി അല്ല. ഉണ്ണി നല്ല കുട്ടിയാ. പിന്നെ എന്താ ചേച്ചി? ഇതാരാ? അയ്യോ, എന്താ മോളെ? ഒന്നുമില്ല. ഇത്തിരി വെള്ളം എടുത്ത് കുടിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ചേച്ചി. ഞാനല്ല. എനിക്കറിയില്ല. ഞാൻ ഇപ്പഴാ കാണുന്നേ. സത്യം. വേണ്ട മോളെ, ആ കളി വേണ്ട. ഞാൻ ചെയ്ത മോശമായിപ്പോയി. വേണ്ടായിരുന്നു. ഏതോ ഒരു ഫോട്ടോ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എന്റെ കുട്ടികളെ വെറുതെ സംശയിച്ചു. പോട്ടെ. എന്തു ഇതെനിക്കറിയില്ല. എന്താ മോളെ? എന്നാ നീ കരയുന്നേ? ചേച്ചിനോട് പൊറുക്കണം. എന്തിനാ നീ കരയുന്നേ? എന്താ സംഭവിച്ചേ? ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ചേച്ചി, ആ ഫോട്ടോ ഞാനാ. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. സാരല്ല. ഇതിനാണോ നീ കരഞ്ഞേ? ഏതായാലും മോള് ചേച്ചിയോട് സമ്മതിച്ചല്ലോ, അത് മതി. ചേച്ചി എന്നോട്, ചേച്ചിക്ക് മോളോട് ഒരു ദേഷ്യവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. തീർന്നല്ലോ. അത് പിടിക്ക്, വാങ്ങിക്ക്. ആ, നിങ്ങളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി. സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയായി. ചേച്ചിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോ ആരുടേതാണെന്നോ ഇയാളുമായിട്ട് മോക്ക് എത്രമാത്രം അടുപ്പമുണ്ടെന്നോ ചേച്ചി ചോദിക്കുന്നില്ല. പക്ഷേ മോക്ക് ഈ ചേച്ചിയേക്കാൾ വലുത് ഈ ആളാണെങ്കിൽ ഈ ഫോട്ടോ മോള് ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. അതല്ല, മോൾക്ക് വലുത് ഈ ചേച്ചിയാണെങ്കിൽ അതിപ്പോ തന്നെ കീറിക്കളഞ്ഞേക്കും. എനിക്കെന്റെ ചേച്ചി മതി. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എനിക്കാരും വേണ്ട. കരയണ്ട, കരയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി. ഇവിടുന്നൊക്കെ വീണാ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആഭ്യന്തരമന്ത്രിയിൽ കമ്പൂത്തി കയറി.
ഇത്രയും സ്പീഡിലോടുന്ന ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും PT ഉഷക്കൊക്കെ അവാർഡ് കൊടുത്തത് ആരാണോ? ഇപ്പൊ ഞാൻ സുരക്ഷിതനായി. എടാ നീ ആരെയാടാ നോക്കുന്നേ? ഇനി ചേച്ചി ഓടിക്കോ, ഞാൻ പിടിക്കാൻ വരാം. നീ അത്രക്കായോടാ? അല്ല ചേച്ചി കാണുന്ന പോലൊന്നും അല്ല, ഞാൻ ആള് പക്ക ഡീസന്റാ. ഇഷ്ടപ്പെട്ടു പോയി, ക്ഷമിക്കണം, ഒന്നും ചെയ്യരുത്. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ചേച്ചി ഇങ്ങനൊന്നും പെരുമാറരുതായിരുന്നു. വിമലേച്ചിയുടെ ചില സമയത്തുള്ള സ്വഭാവം കണ്ട വെട്ടൊന്ന് തുണ്ടരണ്ടെന്നുള്ള രീതിയില. അങ്ങനെയൊന്നും പാടില്ല. ഓ സംഭവിച്ചൊന്നും അറിയില്ല. ആ വിഷയം വിട്ടേക്കാമിനെ. ഇനി ചേച്ചി കേട്ടിട്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഒന്നാമത് ഞാൻ കാര്യല്ലേ പറഞ്ഞത്. നിനക്ക് എത്ര തവണ പല സ്ഥലത്തുനിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നതാ. എന്താ പോകാഞ്ഞേ? ചേച്ചിക്ക് താല്പര്യമില്ലാത്രേ. ഈ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കുണ്ട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ. ലോകത്താരും പറയാത്ത തടസ്സവാദങ്ങളാ ചേച്ചി പറയുന്നത്. നമുക്കില്ലേ ചില ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ഇനി ചേച്ചി ഇത് മനസ്സിലാക്കാത്തതാണോ അതോ കണ്ടില്ലെന്ന് വെക്കുന്നതാണോ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അയ്യടാ, പടം തീർന്നത് അറിയേണ്ട സുഖമായിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നോ? സിനിമ കാണാൻ പറ്റിയൊരു പ്രായം. ഇറങ്ങി മൂപ്പിലാണ് ഇങ്ങോട്ട്. ഒന്ന് മയങ്ങിപ്പോയി. ആ അത് കണ്ടപ്പോ മനസ്സിലായി. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഡോർ അടയ്ക്കണം. നേരം പാതിരാത്രി ഓരോരുത്തർ മനുഷ്യനെ മെനക്കെടുത്താൻ വന്നേക്കുന്നു. ഇറങ്ങിക്കേ. ആ ഇറങ്ങി ഇറങ്ങ്. ഒന്ന് വേഗം ഇറങ്ങ്. വേഗമാട്ടെ. ഒറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാം കള്ളന്മാരാ. എന്താ വിമലേ? ഒന്നുമില്ല. നിന്നെ ഞാൻ വച്ചേക്കരടി. അത്രയ്ക്ക് നീ നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതെല്ലാം എടുത്തിട്ട് എങ്ങോട്ടാ? മുമ്പിൽ നിന്ന് മാറേ. എങ്ങോട്ടാന്ന് പറയാതെ ഞാൻ മാറില്ല. എന്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഇല്ല. ഞാൻ കേറാൻ പറഞ്ഞേ. ക്ഷമിക്കണം, പ്രമാണം എഴുതി മുഴുവൻ പണം രാഘവനാരെ ഞങ്ങളോട് വാങ്ങി. ഇത് മോൾക്കുള്ളതാ. ഈ മാല അമ്മയുടെ ജീവന ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോള് അനിയത്തി കുട്ടികളെ പൊന്നുപോലെ നോക്കണം കേട്ടോ. മോളെ, അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. മോള് വലുതാവുമ്പോ ഈ ടാക്കീസ് നടത്തണം. ആർക്കും കൊടുക്കരുത്. അമ്മയുടെ ആകെയുള്ള സ്വത്തായി ഈ ടാക്കീസ്. ഇതൊരിക്കലും അന്യാധീനപ്പെട്ടു പോവരുത്. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മോൾക്കുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും തളരരുത്. ജീവിക്കണം. അമ്മേ, നമ്മളെ തനിച്ചാക്കി ദുരിതം മാത്രം സമ്മാനിച്ചു പോയ അച്ഛൻ ദാ നമ്മുടെ ടാക്കേസിൽ വീണ്ടും വന്നിരിക്കുന്നു. ജീവിതത്തിലൊരിക്കലും കണ്ടുമുട്ടരുതെന്ന് ആഗ്രഹിച്ചതാ. എന്നിട്ടും വേണ്ടമ്മേ, ഞങ്ങൾ അമ്മയുടെ മക്കളാ. അമ്മയുടെ മാത്രം മക്കള്. രാഘവേട്ടന് ഞാനുണ്ട്.
സ്വന്തം ചോരയിൽ പറഞ്ഞ് മക്കൾക്ക് വേണ്ടെങ്കിലും രാഘവേട്ടൻ എനിക്ക് വേണം. ഒന്നുമില്ലാലും നമ്മൾ പണ്ട് ഒരുപാട് കാലം ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ. ഇനി ആർക്കും ഒരു ഭാരമാവാൻ ഞാൻ തയ്യാറല്ല. എങ്ങോട്ട്? അയ്യോ വേണ്ട, എവിടെയെങ്കിലും കിടന്ന് മരിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ ചേട്ടാ. ചേട്ടന്റെ കണ്ണടയുന്നവരെ ചേട്ടൻ എന്റെ കൺമുമ്പിൽ തന്നെ വേണം. വേണ്ട വേണ്ട പാപ്പച്ച, ഞാന് വേണ്ട, ഒന്നും പറയണ്ട. മക്കൾക്ക് ചേട്ടനുള്ള പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ല, ചേട്ടൻ എന്തൊക്കെ കാട്ടിന്ന് പറഞ്ഞാലും മക്കൾക്ക് അച്ഛനല്ലാണ്ടാവോ? മാത്രമല്ല ചേട്ടനും കൂടെ അവകാശപ്പെട്ടതാണല്ലോ ആ ടാക്കീസ്. സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം സ്വന്തം തന്തയെ ഇനി അങ്ങനെ ആർക്കും വെറുതെ ഇറക്കി വിടാനൊന്നും പറ്റുകയല്ല. കാലം മാറി. അവരുടെ ഒന്നും എനിക്ക് വേണ്ട. അത്രയ്ക്ക് ദ്രോഹമല്ലേ ഞാൻ അവരോട് ചെയ്തേ. അല്ല, അങ്ങനെ അവരോട് പിടിച്ചു വാങ്ങണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, മുതലാളിക്ക് അവരെ എന്ത് കാര്യമാണെന്ന് അറിയാമോ? പക്ഷെ അവര് മുതലാളിയെ കാണുന്നത് ചെകുത്താ കുരിശ് കാണുന്ന പോലെയാണ്. സാരയില്ല, അവര് കുട്ടികളല്ലേ. അതെ, നെല്ലിക്ക പോലെയാ. ആദ്യം മധുരയ്ക്ക് പിന്നെ കഴിക്കും. കാര്യങ്ങളൊക്കെ നേരെ ആകുന്നവരെ ചേട്ടൻ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്റെ കൂടെ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാ. വേണം വേണം വേണം, സാർ നിർബന്ധമുള്ള കാര്യ. അയ്യോ, ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല, സാമ്പാറെങ്കിലും കുടിച്ചിട്ട് വേണം പോവാൻ. അയ്യോ, സാമ്പാറും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി വിശ്രമിക്കാം. നല്ല ക്ഷീണമുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചോളാം. ആഹോ, എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണെന്നറിയോ? മുതലാളിയുടെ പെർഫോമൻസ് കലക്കി. പക്ഷെ വിമല ആളെനം വേറെയാ. നീ കണ്ടോ, ഈ രാഘവൻ നായരെ വെച്ച് ഞാൻ അവക്കിട്ടൊരു വേല വെക്കും. ഇത്തവണത്തെ ഉത്സവം കേമാണെന്നാ കേക്കുന്നെ. നീരാ, ഇക്കുറി ആനയോട്ടുണ്ടത്രേ. കഴിഞ്ഞ കൊല്ലം ഗാനമേളയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെയൊന്നും അല്ല ഇപ്രാവശ്യം. നീ അറിഞ്ഞില്ലേടി? അച്ഛൻ എവിടെ? നിക്കൂ, എന്റെ കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്ര അച്ഛൻ ഇവിടെ ഇരുന്നത്. നിങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാ ഈ അച്ഛൻ ചെയ്തിട്ടുള്ളത്. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. വാ, നമുക്ക് പോവാം. നിക്ക്, ഞാൻ നിങ്ങളെ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. മോളെ, ഉണ്ണിമായെ, എന്റെ കുട്ടികൾക്ക് നൽകാൻ ഈ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഈ ഉണ്ണിക്കണ്ണന്റെ അവകാശികള് നിങ്ങളാ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ ഇത്രയും നാൾ അച്ഛനെ സൂക്ഷിച്ചു വെച്ചത്. രണ്ടാളും വന്നേ, ചേച്ചി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. യമുനെ, വരാനാ പറഞ്ഞേ. ഓ, പുറത്ത് എന്തൊരു ചൂടാ. ഹായ്, എന്തൊരു ഐശ്വര്യ ഉണ്ണിക്കണ്ണന്. നന്നായി മോളെ. മറ്റന്നാ കൃഷ്ണജയന്തിയല്ലേ? നല്ലൊരു തുളസിമാല ഉണ്ടാക്കി കള്ളക്കണ്ണന്റെ കഴുത്തിലിടണം. എവിടുന്നാ കിട്ടിയേ? അത് ഇവളുടെ കൂട്ടുകാരി കൊടുത്തതാ. അതെ, ചേച്ചിയോട് പറയാൻ മറന്നതാ. എന്തായാലും അരക്ഷയായിട്ടൂടെ വെക്കുകയാണോ വേണ്ടേ? കൊണ്ടുവന്ന് പൂജാമുറി വെക്കേ. ചെല്ല്. തുണി വാങ്ങാൻ കടയിൽ നിൽക്കുമ്പോ ഒരുത്ത ചേട്ടനെ കണ്ടിട്ട് എന്നോട് ചോദിക്കുക, രാഘവൻ നായരെ പാപ്പച്ചൻ മുതലാളി ഏറ്റെടുത്തോന്നു. ഒരെണ്ണം കൊടുത്തിട്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി പോയില്ലേ. എന്തൊക്കെ ആയാലും ചേട്ടൻ ടാക്കീസിൽ കയറി താമസിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ടാക്കീസ് ചേട്ടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത്. ഒരു തെറ്റൊക്കെ ജീവിതത്തിൽ ആർക്കാ പറ്റാത്തത്? അല്ല, ഞാൻ അറിയാൻ അന്നടാ വെച്ചേക്കാം. തുണി പോയിട്ട് വരാട്ടാ. തുണി കടയിൽ വെച്ച് കണ്ടപ്പോ അങ്ങനെ ഞാൻ ടയറിൽ ഏറില്ല തള്ളി ഇതുവാണേ. ഞാൻ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ എന്റെ കൊച്ചുങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് വശത്താക്കാൻ നോക്കരുത്. മോളെ, ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുത്. ജന്മം കൊടുത്തു എന്നുള്ള അവകാശവാദമായിട്ട് ആരുടെയെങ്കിലും പിൻബലത്തോടെ വരാനാണ് ഉദ്ദേശമെങ്കിൽ അറിയാലോ എന്നെ. ഒരു മുള്ളു പോലും കൊള്ളാതെ അവരെ വളർത്തിയത് ഞാനാ. ഇനി അവരെ കണ്ടുപോരുത്. എന്റെ കുട്ടികളാ അവര്, എന്റെ മാത്രം. വാ
അവള് കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയ. വേഗം ചെല്ലു. പുറത്തു വെച്ച് കാണുമ്പോ കൊടുത്താ പോരെ? പോരാ. ദാ ജീവിതത്തില് പല കൈവിട്ട കളികളും കളിച്ചിട്ടുള്ളവരാ പിന്നീട് വിജയം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് വേഗം ചെന്നാ എഴുത്ത് കൊടുക്ക്. പോവാല്ലേ? പിന്നെന്ത്, വേഗം ചെല്ല്. ഈശ്വര, എത്രയും പെട്ടെന്ന് അവനും അവളും കൂടി ഒളിച്ചോടി പോയേക്കണേ. കൈ ലെറ്റർ ഇത് തരാൻ വന്നതാ. പ്ലീസ് ഇത് വാങ്ങിക്കേ. ഏയ് പേടിക്കണ്ട, എന്റെ മനസ്സ് ഇതിലുണ്ട്. ഇത് വാങ്ങിക്കേ. ഇതാണോ നിന്റെ മനസ്സിലിരിപ്പ്? സംസാരിക്കാൻ വയ്യാത്തിന്റെ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കുന്നു. ആണുങ്ങളില്ലാത്ത വീടായതുകൊണ്ട് എന്താ അനാവശ്യം കാണിക്കാന്ന് വിചാരിച്ചു? മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. പോടാ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പോ പിള്ളേരെ. ആളുകളെ കൊണ്ടോരോന്ന് പറയിപ്പിക്കാനായിട്ട് ഒന്നാമതേ മനസമാധാനം ഇല്ല. അതിന്റെ കൂടെ തോന്നിവാസവും. 4 പേര് കേട്ട എന്താ പറയാ? ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരുത്തരവളുടെ താമസ സ്ഥലത്തോട്ട് കയറി വരുവോ? മനുഷ്യൻ ആകെയുള്ള ഇത്തിരി അഭിമാനം മാത്രമാ. 3 ആൾക്കും തോന്നിയ പോലെ എന്തോ ആകാകി ഞാൻ എന്തിനാ ചേച്ചി എന്ന് പറഞ്ഞ് ചമഞ്ഞു വിടിയിരിക്കുന്നേ? ചേച്ചി എന്താടി? എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയം. എന്റെ മുടിയൊന്ന് കിട്ടിത്തരുമോ? പോത്ത് പോലെ വളർന്നതൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തിക്കോണം. പോടുന്നു ചേച്ചി പ്ലീസ്. ഓടി. ചേച്ചി, ഉണ്ണി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ എടുത്ത് വിളമ്പി കഴിച്ചോണം. എല്ലാരെയും ഊട്ടിച്ചടക്കം മതിയായി എനിക്ക്. എന്താ വിമലെ, താക്കോൽ എവിടെ? താക്കോല് നീ അല്ലേ പറഞ്ഞേ? അപ്പുറത്തെ ചെറുക്കൻ പാവാ, കുഴപ്പക്കാരല്ലാന്നൊക്കെ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? പാതിരാത്രിക്ക് ആളില്ലാത്ത തക്കം നോക്കി വന്നിരിക്കുക അവക്ക് എഴുത്തു കൊടുക്കാനായിട്ട്. ആര്? നമ്മുടെ ഉണ്ണികൃഷ്ണനോ? എന്തോ നമ്മുടെ? അല്ല ഉണ്ണി, എന്റെ പൊന്നു വിമല, ഞാനൊന്നും അറിഞ്ഞില്ല. അറിയത്തില്ലല്ലോ. ചേച്ചിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഇവിടെ എന്തോ സംഭവിച്ചു. ചേച്ചിക്ക് അവളോടായിരുന്നല്ലോ കൂടുതൽ സ്നേഹം. അതെ, സംസാരിക്കാൻ വയ്യാത്ത കൊച്ചല്ലേ, കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന് മാത്രം കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ചേച്ചി. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ ഉള്ള തോന്നിയാസത്തിനും കൂട്ടുവന്നേച്ചെന്ന് വർത്താനം പറയാവള്. ചേച്ചി ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളണോ? 3 ആളും ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ല. അമ്മയില്ലാതെ നിങ്ങളെ ഇത്രയൊക്കെ വളർത്തിയതേ നല്ലോണം തന്നെ പെട്ടിട്ടാ. ഓരോന്നും വളർന്നു വന്നപ്പോ വലിയ വർത്താനങ്ങള്. കുറെ കാലമല്ലോ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. കേട്ട് മടുത്തു. യമനെ, നീ ആരോട് സംസാരിക്കണെന്ന് അറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. ചേച്ചിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയാതിരിക്കും? സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകാൻ പോലും ഈ ചേച്ചി സമ്മതിക്കില്ല. എന്നും ഈ ടാക്കീസിൽ തന്നെ കിടന്ന് എരിഞ്ഞു തീർന്ന ഞങ്ങളുടെ ജീവിതം. ചേച്ചി മാത്രമല്ല അമ്മയുടെ മോള്, ഞങ്ങളും അമ്മയുടെ മക്കളാ. ഈ ടാക്കീസ് മറ്റുള്ള ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ. നിർത്ത്, ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ചേച്ചിയെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ചേച്ചി തന്നെയല്ലേ എല്ലാം പറയിപ്പിക്കുന്നേ.
മഷിയുടെ നിറമാവാൻ കനവുകളെ ചാലിച്ചു ചേർക്കുന്ന പൊന്നോമൽ പൂത്താലമായി മിഴിയിണയിൽ മഷിയുടെ നിറമാവാൻ കനവുകളെ ചാലിച്ചു ചേർക്കുന്ന പൊന്നോമൽ പൂത്താലമായി മഴയോലും കുളിരാടിയോ മഴ നനയും മധുമലരിണ പോലെ ചിരിയഴകാൽ വീണൽ പൂ പാടത്ത് മഴയോലും കുളിരാടിയോ മറക്കാത്ത സ്വപ്നങ്ങൾ പാറുന്നു മിഴിയോരം നീർമുത്തുമായി നിറഞ്ഞൊരാ താനെ വന്നിടുമോ ആരാ പിന്നെയും മെല്ലെ തൊട്ടുവോ മനസ്സിൻ ഇതളുകൾ പതിയെ ചാഞ്ഞുവോ ഓരോർമ്മയായി സ്നേഹം നിറഞ്ഞ മൗനങ്ങളിൽ ഓ നല്ല ടൈമിങ്. നായിക വരുന്നുണ്ട്. ഇന്നത്തോടെ നാണം കെട്ടവളുടെ പത്തി താഴും ഉറപ്പാ. വെളുത്തതെല്ലാം മിൽമ പാലല്ല. ഓ എന്തൊരു ഗ്യാസാണോ ഇത്. എല്ലാരും ഒന്ന് മാറി നിന്നോട്ടെ. വിമല തമ്പ്രാട്ടി അതൊന്ന് കണ്ടോട്ടെ. പൂച്ച പാല് കുടിക്കുന്നതേ ആരും കണ്ടിട്ടില്ലെന്നാ വിചാരം. ഈശ്വര, സംഗതി അവള് നാറി. എന്തായാലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാരുടെ വക തല്ലുറപ്പാണ്. ടാക്കീസും പൂട്ടിക്കോളും. മുതലാളി ഒട്ടിക്കട്ടെ മോളെ, നാട് നീളെ ഒട്ടിക്കട്ടെ. ഇല്ലാവചനം പറയുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. മോള് വിഷമിക്കണ്ട. എനിക്ക് വിഷമൊന്നുമില്ല ആശാനെ. പക്ഷെ എന്റെ കുട്ടികള്, അവരുടെ ഭാവി. ആശാനെ, ഓ ഭാഗ്യത്തിന് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? യമുനയ്ക്ക് വേണ്ടി രാവിലെ ഒരു ചെക്കനെയും കൂട്ടി ഓട്ടോയിൽ എത്തിയപ്പോഴല്ലേ ജംഗ്ഷനിലെ പെണ്ണിന്റെ ചേച്ചിയുടെ വർണ്ണമനോഹരമായ പോസ്റ്ററുകൾ കാണുന്നത്. അതാണെങ്കിലോ അതോടെ വണ്ടി നിർത്താൻ പറഞ്ഞ ചെക്കൻ ഒരു മൂച്ച് ചീത്ത എന്നെ വിളിച്ചിട്ട് വണ്ടി തിരിച്ചു വിട്ടുപോയി. നല്ല കൂട്ടരായിരുന്നു. പോയില്ലേ? ഞങ്ങൾ എന്ത് തെറ്റിയതിട്ട് ആശാനെ എല്ലാരും കൂടി ഇങ്ങനെ? എന്റെ അമ്മയുടെ ആത്മാവാ ടാക്കീസ്. അല്ലെങ്കിൽ മുടിഞ്ഞ നാട് ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയേനെ. എങ്ങോട്ട്? ആ വന്നല്ലോ നായകൻ. ചുമ്മാതല്ല ആളുകൾ അതും ഇതൊക്കെ പറയുന്നത്. വിമല എന്തിനാ വിഷമിക്കുന്നത്? ഏത് പ്രശ്നത്തെയും ചങ്കൂറ്റത്തോടെ നേരിടുന്ന വിമലയാണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. ആ മനസ്സൊന്നിടറിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അനിയത്തിക്കുട്ടികളെയാ. അത് മറക്കരുത്. പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന വിമലയ്ക്ക് ഞാൻ നിമിത്തം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ
വൈകിയെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. അതെല്ലാം പോയില്ലേ. ഞാനിവിടുന്ന് പോവുകയാണ്. ഒരു ഒളിച്ചോട്ടമല്ല, അങ്ങനെയെങ്കിലും കുറച്ചാളുകളുടെ വായ മൂടിക്കെട്ടാവല്ലോ. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അനാശാസത്തിന് ഇവിടെയൊക്കെ പിടിച്ച് അകത്തിടുക വേണ്ടത്. നമ്മുടെ നാട് തന്നെ നടക്കാറില്ല ഇതൊക്കെ. പാപ്പച്ചൻ കണ്ടു ആ സെക്രട്ടറിയെ പഞ്ചായത്തിന്റെ പടി ഞങ്ങൾ ചവിട്ടിക്കത്തില്ല. വേണം ഞങ്ങളും പ്രതിപക്ഷവും കൂടി ചേർന്ന് സമരം ചെയ്ത് ആ തെണ്ടി അവിടുന്ന് അടിച്ചു കൊടുത്തു. വേണോ? അത് നാളെ തന്നെ വേണം. എന്ത് മര്യാദയാണോ ഇതൊക്കെ? ഇങ്ങനെയാണോ ഒരു വീട്ടിൽ കയറി വരുന്നത്? 10,000 രൂപ മുടക്കി ഉണ്ടാക്കിട്ടിരിക്കുന്ന ഗേറ്റാ. ചുമ്മാ ചവിടിത്തോന്ന് കയറി വരാൻ ഇതെന്താ തന്റെ അച്ചി വീടാണോ? അതെ, അച്ചി വീട്ടിലെ അമ്മായിയപ്പനെ ഒന്ന് കാണാൻ തന്നെയാ വന്നത്. വരുമ്പോ ചില സ്റ്റൈലുകളൊക്കെ വേണമല്ലോ. താങ്ങും തണലും ഇല്ലാത്ത പാവപ്പെട്ട ഒരു സ്ത്രീയെ നാട് നീളെ പോസ്റ്റ് ഒട്ടിച്ച് താൻ അപമാനിക്കുമല്ലേടോ? നേരം പോയ നേരത്തെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. പോകാം. അതിനു മുമ്പ് താൻ അർഹിക്കുന്നതും തനിക്ക് ഇതുവരെ കിട്ടാത്തതുമായ ഒന്ന് തരാനാണ് ഞാൻ വന്നത്. ഇനി അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ദാ പിടിച്ചോ. മൂർഖൻ പറമ്പിൽ പാപ്പച്ചനൊന്ന് വിഷം ചീറ്റി. അതുകൊണ്ട് ആ വിഷപ്പല്ലൊന്ന് പറിച്ചു കളയാൻ വേണ്ടി വന്നതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി താനോ തന്റെ ശിങ്കിടികളോ ആ പെൺകുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ശല്യപ്പെടുത്തിയാൽ പിന്നെതാ ഇവർ രണ്ടാളും വരേണ്ടി വരും. മെഴുകുതിരിയുമായിട്ട് തന്റെ കുഴിമാടത്തിൽ കത്തിച്ചു വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ മനുഷ്യ? വെറുതെ വല്ലവന്റെ കൈകൊണ്ട് പാടിയോട്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. വരട്ടെ, എന്റെ സിബിക്കുട്ടി വരട്ടെ. വേഗം വാ, സിബിക്കുട്ടി എത്തി. കിടന്ന് കൂവാതടാ, അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സന്തോഷം കൊണ്ടല്ലേ മുതലാളി? കുറെ നാളായി സ്കോച്ച് അടിച്ച് വാള് വെച്ചിട്ട് ഇപ്രാവശ്യം അത് നടക്കടാ. എന്റെ സിബിക്കുട്ടി, നീ അമേരിക്ക വിമാനത്തിൽ കയറി അറിഞ്ഞ നിമിഷം മുതല് ഈ അച്ഛൻ എന്ത് ടെൻഷൻ എന്നറിയാമോ? അയ്യോ, ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അല്ല, വിമാനം കൂടി കൂട്ടിയിടിച്ച് വല്ല അപകടം ഉണ്ടായെന്ന് അറിയണ്ടേ? ശാലു, how are you? വെരി ഫൈൻ ചിറ്റപ്പ. മോളിയച്ചൻ എന്ത് പറയുന്നു? ചേച്ചി എന്ത് പറയാനാ? ചേച്ചിക്കും വെരി ഫൈൻ. ഇവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ചേച്ചി. എങ്ങനെ മാറാനാ? ഏത് നേരം നിന്റെ ഇച്ചായന്റെ കൂടെ സഹവാസം. മാവിലല്ലേ എത്തിക്കണി പിടിക്കൂ. നീ അകത്തേക്ക് വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ? ഓ, എന്താകാനാ? പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഈ കടമറ്റത്ത് കത്തനാരച്ഛന്റെ സീരിയലില്ലേ, അതുപോലെയാ. കത്തനാരച്ഛന്റെ നേരെ യക്ഷി ഒരു തീകോളം എറിയുമ്പോ അച്ഛൻ തിരിച്ചൊരു മിസൈൽ എടുത്ത് അത് നശിപ്പിക്കും. ഇവിടെ മുതലാളി വിമലക്കെതിരെ ഒരു ബോംബ് എറിയാൻ നേരത്ത് അവിടെ നിന്ന് വിമല ഒരു അണുബോംബ് വിട്ട് അത് നശിപ്പിക്കും. അപ്പോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇനിയല്ല എനിക്ക് വിട്ടേക്ക്. ആ വിമലയുടെ നാശം കണ്ടിട്ട് വേണം മുതലാളിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും അതുവഴി എനിക്കൊന്ന് പഴനിക്ക് പോകാനും. പന്ത് ഇപ്പോഴും മൂർഖം പറമ്പാരുടെ കോർട്ടിൽ തന്നെയാണ്. ഈ സിബിക്കുട്ടി ഗോൾ അടിച്ചിട്ടേ ഇനി മടങ്ങും. ഹായ് വിമല, ഹൗ ആർ യു? സിബിച്ചനോ? ഞാൻ ഇന്ന് മോർണിംഗിൽ എത്തിയതേ ഉള്ളൂ. അപ്പ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയതാ. പക്ഷേ തിരക്ക് മൂലം വരാൻ പറ്റില്ല. വിമലയ്ക്ക് ഒരു മാറ്റമില്ല. ഒന്നുകൂടെ അങ്ങ് മിനിങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ വിമലേ. പ്രത്യേകിച്ച് എന്ത് പറയാനാ സിബിച്ചൻ പോ. 2-3 വർഷം കൊണ്ട് അനിയത്തി കുട്ടികൾ അങ്ങ് വളർന്നല്ലോ. വെരി വെരി സ്മാർട്ട് ആൻഡ് നൈസ്. വിളിക്ക് വിമലേ, അവരെ ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ആരെയാണോ പരിചയപ്പെടേണ്ടേ? പാതിരാത്രിക്കാണോ പരിചയപ്പെടുന്നേ? എവിടെയാ വെളിയില്? റിലാക്സ് ഡിയർ, ഞാൻ പോവാം. പിന്നെ എന്താ അത്ര താമസം? ചേട്ടനും കൊള്ളാം, അനിയനും കൊള്ളാം, എമ്പോക്കികള്. മൂർഖം പറമ്പി പാപ്പച്ചന്റെ സ്റ്റൈലല്ല എനിക്ക്. എനിക്ക് വേറെ സ്റ്റൈലാ. കണ്ണു വെച്ചാ കൊത്തിക്കൊണ്ടേ പോവും. അത് ഈ ടാക്കീസ് ആണെങ്കിലും മറ്റെന്താണേലും. പോടാ. അമേരിക്കയിലെ എന്റെ കമ്പനിയില്
സ്വാമിനാഥന് ഞാനൊരു ജോലി ശരിയാക്കി തരാം. ശമ്പളം മാസം 50,000, അതായത് 50,000 രൂപ. എന്താ സ്വാമിനാഥ, സന്തോഷമായില്ലേ? ഇതൊക്കെ കേട്ടാ എങ്ങനെ സന്തോഷമാകാതെ ഇരിക്കും? അപ്പോ ഇന്ന് 25-ാം തീയതി, 1-ാം തീയതി ശമ്പളം വാങ്ങിയതിനു ശേഷം സ്വാമിനാഥൻ എന്നേക്കുമായി മഹാരാജ ടാക്കീസ് വിടുന്നു. ഈ സ്വാമിനാഥന്റെ കാര്യത്തിൽ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും കൂട്ടിക്കോ. അല്ല, അത് പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞാൽ ടാക്കീസ് പൂട്ടിപ്പോകില്ലേ? പൂട്ടും. അതിന് സ്വാമിക്ക് എന്താ? സ്വാമി പോയ വേറൊരാള്, അത്രേ ഉള്ളൂ. മിസ്റ്റർ സിബി, ശമ്പളത്തിന്റെ കാര്യത്തിൽ അവരുമായിട്ട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടെന്ന ചോറാ ടാക്കീസ്. തന്നെയുമല്ല, അതൊക്കെ പൂട്ടിക്കാൻ വരുന്നവരെ. താനവിടെ ഇരിക്കേ, ഇവന് വെള്ളം മൊത്തതാ. എടാ കൊച്ചനെ, നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം, പക്ഷെ അത് നടക്കുകയല്ല. ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇത്രയും നേരം ഒഴിച്ചു തന്ന സ്കോച്ച് നിന്റെ ഉമ്മറത്ത് തന്നെ വാള് വെച്ചു ഫ്രഷ് ആയിട്ട് ഞാൻ വീട്ടിൽ പോകും. പോടാ പന്നികളെ. ഇനി വൈകിച്ചുകൂടാ, കത്തിക്കണം ആ ടാക്കീസ്. എന്ത് പറ്റി വിമലേ? അല്ല, ഈ സ്വാതന്ത്ര്യത്തിന് ജീവനേക്കാൾ വിലയുണ്ടെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലേ? അതിനിവിടെ ആർക്കാ സ്വാതന്ത്ര്യം ഇല്ലാത്തെ? എന്റെ ഇഷ്ടത്തിനകത്ത് എല്ലാരും ജീവിക്കണമെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യക്കുറവല്ലേ? ഓ, അതാണോ കാര്യം? ആ പിള്ളേരെ എന്തോ വിവരം ഇല്ലാതെ പറഞ്ഞൊന്ന് വെച്ച് 3 ആൾക്കിട്ട് നല്ല കിഴുക്കാ വെച്ചു കൊടുക്കേണ്ടത്. ഈ ടാക്കീസിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം മിച്ചം പിടിക്കുന്നതൊക്കെ അവർക്ക് എന്തെങ്കിലും സ്വരുക്കൂട്ടാനാ. എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു സാരി പോലും. ഈ മാല ഭദ്രമായിട്ട് എപ്പോഴും ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇതെന്റെ അമ്മ എനിക്ക് തന്നതാ മരിക്കുന്നതിന് മുൻപ്. ഇതുള്ളപ്പോ എന്റെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നും. അപ്പൊ ഞാൻ ആരാ? ഞാൻ അവരുടെ അമ്മയല്ലേ? ഇതൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് അവൾ ആദ്യം കാണുന്ന പുരുഷൻ അച്ഛനാ. ആ അച്ഛൻ ശരിയല്ലാതെ വന്നാലുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചവരാ ഞാനും എന്റെ അമ്മയും. അവരൊക്കെ പിള്ളേരാ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരുടെ ചേച്ചി വലിയ ശാഠ്യക്കാരിയാണ്, സ്വാർത്ഥിയാണെന്നൊന്നും എന്റെ കുട്ടികൾക്ക് തോന്നരുത്. ഗംഗയുടെ ഉണ്ണിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ യമുന, നാളെ അവളെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അമ്മായിയുടെ ഏർപ്പാടാ. എന്നാലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും നോക്കി നടത്താനും ആരെങ്കിലും ഒരു താങ്ങ് വേണമെന്നുള്ള തോന്നലായിടമ്മ. ഞാൻ എല്ലാം തീരുമാനിച്ചു, അമ്മയുടെ അനുവാദത്തോടെ. എല്ലാം അവർക്കൂടെ വേണ്ടിട്ടാ. എന്നിട്ട് അങ്ങനെ അവള് പറഞ്ഞത് ആര്? ആ ശാലു. ഗംഗേ, നീ ഗണപതി അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങാൻ മറക്കരുതേ. നീ വിളക്കൊക്കെ എടുത്തൊന്ന് കഴുകി വെക്ക്. ചേച്ചി എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. ഇന്ന് തിയേറ്റർ അവധിയാണെന്ന് എഴുതി വെക്കണേ ബോർഡ്, മറക്കല്ലേ. എല്ലാം ചേച്ചി മനസ്സിലല്ലേ വെക്കൂ, ആരോടൊന്നും പറയില്ലല്ലോ. അതെ, രണ്ടുപേരും 2 ഭാഗത്തായിട്ട് നിൽക്കണം, ആരും കാണാൻ നോക്കണം. ഞാൻ ഫോൺ ചെയ്ത് ഉടനെ കത്തിച്ചേക്കണം. ഓക്കെ ഓക്കെ. ആ ശരി. ഇന്ന് ഷോ ഉണ്ടായിരിക്കുന്നതല്ല, ഇന്നല്ല, ഇനി ഒരിക്കലും ഷോ ഉണ്ടാവില്ല.
മോളെ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വിശ്വസിക്കാച്ചാ, ഇനി അച്ഛൻ വേണം എല്ലാം നോക്കി നടത്താൻ. ദാ ഇത് കണ്ടോ, ഇന്ന് ഷോ ഇല്ല. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടില്ല. കാണുമ്പോ അവർക്ക് വലിയ സന്തോഷമാവും. വാ മക്കളെ. ഞെട്ടണ്ട, ഇനി അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ ചെല്ലു മോളെ. ഇവളെന്തേ? യമുന, യമുനേ. ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ഇവളെവിടെ പോയി? യമുനേ, 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 യമുനേ. അയ്യോ, യമുനേ, യമുനേ, മോളെ, യമുനേ. അയ്യോ, അച്ഛാ, അയ്യോ, വിട്, വിടവളെ, വിടറാ, വിട്, 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 അയ്യോ, നീ മാറണം, അയ്യോ, വിട്, വിടവളെ, വിട്, വിട്, വിടവളെ, നീ പോ മോളെ, നീ മാറിപ്പോ. മോളെ, ചേച്ചി, വിടടാ എന്റെ മോളെ. മോളെ, ഇവരെ കൂട്ടി പൊക്കോ, പുറത്തേക്ക് പൊക്കോ. ദ്രോഹികളെ, അച്ഛൻ. അച്ഛാ, 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 ഒരു ടാക്സി കത്തിക്കാൻ പോവാ. അച്ഛാ, അയ്യോ, എന്റെ അച്ഛനെ നീ എന്താണ് ചെയ്തേ? അവൻ ചത്തടി. നിന്നെ നിന്റെ തന്ത ഈ ടാക്കീസിനകത്ത് ചുട്ട് കരിക്കും ഞാൻ. ഇല്ലടാ, ഇത് കത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് തീയോ ഉണ്ടാവും. എല്ലടാ. മോളെ, ഇത് കാണാനാണോ അച്ഛൻ വന്നത്? ഞാൻ പോകാം നിനക്ക് പകരമായിട്ട്. വേണ്ട അച്ഛ, പിള്ളേർക്ക് താങ്ങും തണലുമായിട്ട് അച്ഛൻ ഇവിടെ ഉണ്ടാവണം. എന്തൊക്കെയായാലും അച്ഛന് പകരം ആവൂലല്ലോ ഞാൻ.
ഇനി വേണുന് സമാധാനമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോവാല്ലോ. അവിടെ നീ വിമലേച്ചി എത്തുമ്പോ സ്വീകരിക്കാൻ ഇവർക്കൊപ്പം ഞങ്ങളും ഉണ്ടാവണമെന്ന് വേണുവേട്ടന് നിർബന്ധമായിരുന്നു. ഇവരുടെ മൂന്നാളുടെയും ഇഷ്ടം സ്വയം മനസ്സിലാക്കി അവര് പോലും അറിയാതെ അത് നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ച ഈ വലിയ മനസ്സ് ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഇനി എന്റെ വിമലയ്ക്കും വേണം ഒരാള്. നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾക്കൊരു ജീവിതം തന്ന വിമലേച്ചിയെ ഞങ്ങൾ വേണുവേട്ടനെ ഏൽപ്പിക്കുകയാണ്. 4 പേരുടെയും കല്യാണം ഈ മഹാരാജ ടാക്കീസിൽ വെച്ച് തന്നെ. അപ്പൊ ഈ സി ക്ലാസ് തിയേറ്ററുകളൊക്കെ കല്യാണ മണ്ഡപങ്ങളാകുന്നു എന്ന് പറയുന്നത് ശരി തന്നെ.